ഹല്ലേലൂയ. ഹല്ലേലൂയ. കർത്താവിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. കർത്തന്റെ മഹാപരിശുദ്ധ നാമത്തിന് സ്തുതി ഉണ്ടാകಲಿ. വീണ്ടും നമുക്ക് ഒരുമിച്ച് ദൈവത്തിൻ്റെ വചനം കേൾക്കുവാനായി ദൈവം തന്ന അവസരത്തിനായി ഞാൻ കർത്താവിനെ സ്തുതിക്കുന്നു. ದೇವರ ವಾಕ್ಯವನ್ನು ಕೇಳುವಂತೆ ಕರ್ತನು ನಮಗೆ ಅವಕಾಶ ಮಾಡಿಕೊಟ್ಟದಕ್ಕಾಗಿ ನಾನು ದೇವರಿಗೆ ಸ್ತೋತ್ರ ಸಲ್ಲಿಸುತ್ತೇನೆ. ആമേൻ. ಆಮೆನ್. വളരെ പ്രാർത്ഥനയോടുകൂടെ നമുക്ക് ദൈവത്തിൻ്റെ വചനത്തിലേക്ക് നമുക്ക് ശ്രദ്ധയെ തിരിക്കാം. ನಾವು ಪ್ರಾರ್ಥನೆಯೊಂದಿಗೆ ದೇವರ ಸನ್ನಿಧಾನದಲ್ಲಿರೋಣ. ആമേൻ. ഇന്ന് ഈ സെഷന് വേണ്ടി എടുത്തിരിക്കുന്ന വേദഭാഗം, ಈ ಸೆಷನ್ ಅಲ್ಲಿ ನಾನು ತೆಗೆದುಕೊಂಡಿರುವಂತ ವೇದ ವಾಕ್ಯ സഭാപ്രസംഗി 12-ാം അധ്യായം അതിൻ്റെ 13-14 വാക്യങ്ങളാണ്. ಪ್ರಸಂಗಿ എക്ലേസിയാസ്റ്റിസ് chapter 12 verse 13 and 14. ಪ್ರಸಂಗಿ 12ನೇ ಅಧ್ಯಾಯದ 12-13ನೇ ವಚನ. സഭാപ്രസംഗി എക്ലേസിയാസ്റ്റിസ് chapter 12 verse 13 and 14. ಪ್ರಸಂಗಿ ಪ್ರಸಂಗಿ 12ನೇ ಅಧ್ಯಾಯದ 12-13. 12-ാം അധ്യായം അതിൻ്റെ 13-14 വാക്യങ്ങളാണ്. 12ನೇ ಅಧ್ಯಾಯದ 13 ಮತ್ತು 14ನೇ ವಚನ. ವಿಷಯವೂ ತೀರಿತು, ಎಲ್ಲವೂ ಕೇಳಿ ಮುಗಿಯಿತು. ದೇವರಿಗೆ ಭಯಪಟ್ಟು ಆತನ ಆಜ್ಞೆಗಳನ್ನು ಕೈಗೊಳ್ಳು. ಮನುಷ್ಯರೆಲ್ಲರ ಕರ್ತವ್ಯವೂ ಇದೆ. ಒಳ್ಳೆಯದಾಗಲಿ ಕೆಟ್ಟದಾಗಲಿ ಸಕಲ ರಹಸ್ಯ ಸಂಗತಿಗಳನ್ನು വിമർശിಸುವ ന്യായ വിചാരണೆಗೆ ದೇವರು ಪ್ರತಿಯೊಂದು ಕಾರ್ಯವನ್ನು ಗುರಿ ಮಾಡುವನು. ഈ വായിച്ച വേദഭാഗത്തിനകത്ത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും, ಈ ಒಂದು ವೇದ ವಾಕ್ಯದಲ್ಲಿ ನಾವು ಅರ್ಥ ಮಾಡಿಕೊಳ್ಳುವುದಕ್ಕೆ ಇರುವಂಥದ್ದೇನೆಂದರೆ, ദൈവത്തിൻ്റെ ആത്മാവ് നമ്മളെ വാൺ ചെയ്യുന്നത് പോലെയുള്ള ഒരു ദൂത് അതിനകത്ത് മനസ്സിലാക്കാൻ കഴിയും. ದೇವರು ಇಷ್ಟಪಡುವುದೇನೆಂದರೆ ನಾವು ನುರಿತ ಉಳ್ಳಂತ ಒಂದು ಆಯುಧವಾಗಿ ಆಗಬೇಕು ಅಂತೇಳಿ ದೇವರು ಇಷ್ಟಪಡುವನಾಗಿರುತ್ತಾನೆ. എന്ന് പറഞ്ഞാൽ ദൈവം ചിലത് ഓർമ്മപ്പെടുത്തുകയാണ്. ದೇವರು ಕೆಲವೊಂದು ನೆನಪಿಗೆ ಬರಮಾಡುತ್ತಿದ್ದಾನೆ. നീ ഇത് മനസ്സിലാക്കണം, ನೀ ಇದನ್ನು ಅರ್ಥ ಮಾಡಿಕೊಳ್ಳಬೇಕು. പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ പലതും മനസ്സിലാക്കാതെയാണ് പോകുന്നത്. ಕೆಲವೊಮ್ಮೆ ನಮ್ಮ ಜೀವಿತದಲ್ಲಿ ಕೆಲವೊಂದನ್ನು ಅರ್ಥ ಮಾಡಿಕೊಳ್ಳದೆ ನಾವು ಹೋಗುತ್ತಾ ಇರುತ್ತೇವೆ. നമ്മളെല്ലാവരും ദൈവത്തിന്റെ വചനം കേൾക്കുന്നുണ്ട്. ನಾವೆಲ್ಲರೂ ಸಹ ದೇವರ ವಾಕ್ಯವನ್ನು ಕೇಳುತ್ತೇವೆ. ദൈവത്തിന്റെ സന്നിധിയിൽ വന്ന് ദൈവത്തിന്റെ ഇഷ്ടം ചെയ്യുവാൻ നമ്മൾ ആഗ്രഹിക്കുന്നുണ്ട്. ದೇವರ ಸನ್ನಿಧಾನಕ್ಕೆ ಬಂದು ದೇವರ ಚಿತ್ತವನ್ನು ಮಾಡಬೇಕೆಂದು ಅಪೇಕ್ಷಿಸುತ್ತೇವೆ. പക്ഷേ ദൈവത്തിന്റെ ആത്മാവ് നൽകുന്ന വാണിംഗ് പലപ്പോഴും നമ്മൾ ശ്രദ്ധിക്കാറില്ല. ಆದರೆ ದೇವರು ಕೊಡುವಂತ ಆಲೋಚನೆಗಳನ್ನು ಕೆಲವೊಮ್ಮೆ ನಾವು ಶ್ರದ್ಧೆಯಿಂದ ಕೇಳುವುದಿಲ್ಲ. ദൈവം നമ്മളെ പലപ്പോഴും സ്നേഹിച്ചിട്ട് ദൈവം നമ്മളോട് ആവശ്യപ്പെടുന്ന ചില കാര്യങ്ങളുണ്ട്. ದೇವರು ಕೆಲವೊಮ್ಮೆ ನಮ್ಮನ್ನು ಪ್ರೀತಿಸಿ ನಮ್ಮಿಂದ ಎದುರು ನೋಡುವಂತ ಕೆಲವೊಂದು ಸಂಗತಿಗಳು ಇದೆ. ഒരു പിതാവ് വാൺ ചെയ്യുന്നത് പോലെ ಒಂದು ತಂದೆಯು ಯಾವ ರೀತಿಯಲ್ಲಿ ಒಂದು ಮಗನನ್ನು തന്റെ മക്കളെ അവൻ ഓർമ്മിപ്പിക്കുകയാണ്. ತನ್ನ ಮಕ್ಕಳನ್ನು ಆತ ನೆನಪು ಮಾಡುತ್ತಾನೆ. ഇവിടെ 13ാം വാക്യം വായിക്കുമ്പോൾ ഇങ്ങനെയാണ് കാണാൻ കഴിയുന്നത്. 13ನೇ ವಚನವನ್ನು ಓದುವಾಗ ಈ ರೀತಿಯಲ್ಲಿ ನಾವು ನೋಡುತ್ತೇವೆ. എല്ലാറ്റിന്റെ സാരം കേൾക്കുക. ವಿಷಯವೂ ತೀರಿತು, എല്ലാറ്റിന്റെയും സാരം കേൾക്കുക. ಎಲ್ಲವೂ ಕೇಳಿ ಮುಗಿಯಿತು. എന്ന് പറഞ്ഞാൽ ജീവിതത്തിന്റെ എല്ലാ അവസ്ഥകളിലും നമ്മൾ ഇത് തിരിച്ചറിയണം. ಜೀವಿತದಲ್ಲಿ ಬರುವಂತ ಎಲ್ಲಾ ವಿಷಯಗಳನ್ನು ನಾವು ತಿಳಿದುಕೊಂಡವರಾಗಿರಬೇಕು. നമ്മുടെ എല്ലാ ജീവിത സാഹചര്യങ്ങളിലും നമ്മൾ ഇത് മനസ്സിലാക്കണം. ನಾವು ನಮ್ಮ ಜೀವಿತದಲ್ಲಿ ಬರುವಂತ ಎಲ್ಲಾ ಸಮಯ ಸಂದರ್ಭಗಳನ್ನು ಸರಿಯಾಗಿ ಅರ್ಥ ಮಾಡಿಕೊಳ್ಳಬೇಕು. ഹല്ലേലൂയ. ಹಲ್ಲೆಲೂಯಾ. എന്ന് പറഞ്ഞാൽ ഏത് സാഹചര്യത്തിലും നമ്മൾ ഇത് മറന്നു പോകരുത്. ಯಾವ ಸಮಯದಲ್ಲೂ ಸಹ ಸಂದರ್ಭದಲ್ಲೂ ಸಹ ಇದನ್ನು ನಾವು ಮರೆತು ಹೋಗಬಾರದು. നമ്മളെല്ലാവരും ചില കാര്യങ്ങളൊക്കെ മറന്നു പോകാറുണ്ടല്ലേ? ಕೆಲವೊಮ್ಮೆ ಕೆಲವೊಂದು ಕಾರ್ಯಗಳನ್ನು ಮರೆತು ಹೋಗುತ್ತೇವೆ. പലപ്പോഴും ഓർക്കാൻ ശ്രമിച്ചാലും നമ്മൾ അതങ്ങ് മറന്നു പോകും. ಕೆಲವೊಮ್ಮೆ ನಾವು ನೆನಪು ಮಾಡಿಕೊಳ್ಳಬೇಕೆಂದು ಇಷ್ಟಪಡುತ್ತೇವೆ, ಆದರೆ പക്ഷേ നിങ്ങൾ ഇത് മനസ്സിലാക്കണം, എല്ലാറ്റിന്റെയും സാരം കേൾക്കുക. ಆದರೆ ಎಲ್ಲವನ್ನು ನಾವು ಕೇಳಿ ಮುಗಿಸಿ ജീവിതത്തിന്റെ എല്ലാ സാഹചര്യത്തിലും ഇത് മനസ്സിലാക്കണം. ಎಲ್ಲವನ್ನು ನಾವು ಸರಿಯಾಗಿ ಇದನ್ನು എല്ലാ ಸಮಯದಲ್ಲಿ ಸಹ ಅರ್ಥ ಮಾಡಿಕೊಂಡು ನೆನಪಿನಲ್ಲಿ ಇಟ್ಟುಕೊಳ್ಳಬೇಕು. ഒന്ന്, നിങ്ങൾ ദൈവത്തെ ഭയപ്പെടണം. ಒಂದನೇದಾಗಿ ನಾವು ದೇವರಿಗೆ ಭಯಪಡುವವರಾಗಿರಬೇಕು. ഹല്ലേലൂയ. ഹല്ലേലൂയ. ഇന്ന് ആത്മീയ സമൂഹങ്ങളിൽ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഏറ്റവും വലിയ വിഷയം എന്താണെന്ന് ചോദിച്ചാൽ ദൈവഭയമാണ്. ಇವತ್ತು ಆತ್ಮಿಕ ಜೀವಿತದಲ್ಲಿ ಸತ್ತು ಹೋಗುತ್ತಿರುವಂತಹ ಅನುಭವ ಏನಂತ ಹೇಳಿದರೆ ಆತ್ಮಿಕವಾಗಿ ದೇವರಿಗೆ ಭಯಪಡದೆ ಇರುವಂತದ್ದು. ഇന്ന് പലരിലും ദൈവ ഭയമില്ല. ಈ ದಿನಗಳಲ್ಲಿ ಎಷ್ಟೋ ಜನರಿಗೆ ದೇವರ ಭಯವೇ ಇಲ್ಲ. പല സഭകളിലും ദൈവ ഭയമില്ല. ಅನೇಕ ಸಭೆಗಳಲ್ಲಿ ದೇವರ ಭಯ ಇಲ್ಲ. ഈ ഭയമില്ലാത്തത് കൊണ്ട് മനുഷ്യൻ തോന്നിയതുപോലെ നടക്കുകയാണ്. ಈ ಭಯ ಇಲ್ಲದೆ ಇರುವುದರ ನಿಮಿತ್ತವಾಗಿ ಮನುಷ್ಯರು ಯಾವ ರೀತಿಯಲ್ಲಿ ನಡೆಯಬೇಕೆಂದು
ಇಷ್ಟಪಡುತ್ತಾರೋ ಆ ರೀತಿಯಲ್ಲಿ ನಡೆದುಕೊಂಡು ಹೋಗುತ್ತಿರುತ್ತಾರೆ. ആമേൻ. മനുഷ്യനെ പോലും ഇന്ന് പേടിയില്ല. ಮನುಷ್ಯರನ್ನು ನೋಡಿದ್ರು ಸಹ ಇವತ್ತು ಭಯ ಇಲ್ಲ. ആമേൻ. മൊത്തത്തിൽ ഇന്ന് ആമേൻ വല്ലാതെ വഴിതെറ്റിക്കൊണ്ടിരിക്കുകയാണ്. ಇವತ್ತು ಪರಿಪೂರ್ಣವಾಗಿ ಪರಿಶೋಧಿಸಿ ನೋಡುವುದಾದರೆ ಎಲ್ಲಾ ವಿಷಯಗಳಲ್ಲಿ ತಪ್ಪುತ್ತಾ ಇದ್ದಾರೆ. ഈ സെഷനിൽ എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ಈ ಒಂದು ಸೆಷನ್ ನಲ್ಲಿ ನನ್ನ ಮಾತನ್ನು ಕೇಳುತ್ತಿರುವ അതിശക്തമായി ഞാൻ നിങ്ങളോട് വിളിച്ചു പറയട്ടെ. ಶಕ್ತವಾಗಿ ನಾನು ನಿಮ್ಮಲ್ಲಿ ಹೇಳುವುದೇನೆಂದರೆ, ദൈവം ആമേൻ നമുക്ക് തന്നിരിക്കുന്ന ഈ ആയുസ്സിൽ, ದೇವರು ನಮಗೆ ಕೊಟ್ಟಿರುವಂತಹ ಈ ಆಯುಷ್ ಕಾಲದಲ್ಲಿ ഞാൻ നിങ്ങൾ ദൈവത്തെ ഭയപ്പെടണം. ನಾನು ಮತ್ತೆ ನೀವು ದೇವರಿಗೆ ಭಯಪಡುವವರಾಗಿರಬೇಕು. ദൈവത്തെ ഭയപ്പെടണോ? ದೇವರಿಗೆ ಭಯಪಡಬೇಕಾ ಇಲ್ವಾ? ചിലർ പറയും ദൈവത്തെ ഭയപ്പെടുകയൊന്നും വേണ്ട, അവൻ പിതാവാണ്. ಕೆಲವೊಬ್ಬರು ಹೇಳುತ್ತಾರೆ ನಾವೇನ್ ದೇವರಿಗೆ ಭಯಪಡುವುದು ಬೇಡ, ಯಾಕೆಂತ ಹೇಳಿದ್ರೆ ಆತ ನಮ್ಮ ತಂದೆ, അവൻ നല്ല പിതാവല്ലേ, ಆತನ ಒಳ್ಳೆ ತಂದೆ ಅಲ್ವಾ. പക്ഷെ അവനെ അങ്ങനെ പേടിക്കേണ്ട ആവശ്യമുണ്ടോ? ಆದ್ರೆ ನಾವು ಆ ರೀತಿಯಲ್ಲಿ ಭಯಪಡುವುದು യെസ്, അവൻ നല്ല പിതാവ് തന്നെയാണ്. ನಮಗೆ ಒಳ್ಳೆ ತಂದೆ ಆಗಿದೆ. എന്നാൽ ന്യായം വിധിക്കുന്ന ഒരു ന്യായാധിപനാണെന്നും കൂടെയുള്ള ബോധം നമ്മുടെ അകത്തളങ്ങളിൽ വെളിപ്പെടണം. ಆದರೆ ನ್ಯಾಯ ತೀರಿಸುವಂತ ನ್ಯಾಯಾಧಿಪತಿ ಅಂತ ಹೇಳಿ ಸಹ ನಮ್ಮ ಹೃದಯದಲ್ಲಿ ನಾವು ಸರಿಯಾಗಿ ತಿಳಿದುಕೊಳ್ಳಬೇಕು. ഇന്ന് പകൽ യേശുവിനെ ഒരു സ്നേഹിക്കുന്ന നല്ല പിതാവായി മാത്രം കാണുകയല്ല, ಈ ಸಂಜೆ ವೇಳೆಯಲ್ಲಿ ಯೇಸು ಕ್ರಿಸ್ತನನ್ನು ಒಳ್ಳೆ ತಂದೆಯಾಗಿ ಮಾತ್ರ ನೋಡುವಂತದಲ್ಲ, അവൻ ന്യായം വിധിക്കുന്നവനാണെന്നും കൂടെ മനസ്സിലാക്കുക. ಆತನ ನ್ಯಾಯ ತೀರಿಸುವಂತ ನ್ಯಾಯಾಧಿಪತಿ ಅಂತ ಸಹ ನಾವು ತಿಳಿದುಕೊಳ್ಳಬೇಕು. ഹല്ലേലൂയ. അവന്റെ ആ സീറ്റിൽ ഇരുന്നു കൊണ്ട് നമ്മെ ന്യായം വിധിക്കുന്ന ഒരു ദിവസമുണ്ടെന്ന് ഞാനും നിങ്ങളും മറന്നു പോകരുത്. ಆ ಸಿಂಹಾಸನದ ಮೇಲೆ ಇದ್ದುಕೊಂಡು ನನಗೂ ನಿನಗೂ ಒಂದು ದಿನ ನ್ಯಾಯ ತೀರಿಸುತ್ತಾನೆ ಅಂತ ನಾವು ಸರಿಯಾಗಿ ತಿಳಿದುಕೊಳ್ಳಬೇಕು. ഹല്ലേലൂയ, ಹಲ್ಲೆಲೂಯಾ, ഹല്ലേലൂയ. ಹಲ್ಲೆಲೂಯಾ. ദൈവത്തെ എന്ത് ചെയ്യണം? ನಾವು ದೇವರಿಗೆ ಏನು ಮಾಡಬೇಕು? ഭയപ്പെടണം. ಭಯಪಡುವವರಾಗಿರಬೇಕು. എല്ലാവരും കൂടെ പറഞ്ഞേ, ഭയപ്പെടണം. ಎಲ್ಲರೂ ಸಭಾಯಿಗಳನ್ನು ತೆರೆದು ಹೇಳೋಣ, ದೇವರಿಗೆ ನಾವು നമ്മൾ ಭಯಪಡುವವರಾಗಿರಬೇಕು. എന്ത് ചെയ്താലും നമ്മൾ മനസ്സിലാക്കണം, ആ ദൈവം നമ്മളെ കാണുന്നു. ನಾವು ಏನು ಮಾಡಿದ್ರು ಸಹ ಒಂದನ್ನು ಅರ್ಥ ಮಾಡಿಕೊಳ್ಳಬೇಕು, ದೇವರು ನಮ್ಮನ್ನು ಯಾವಾಗಲೂ ವೀಕ್ಷಿಸುತ್ತಾ ಇದ್ದಾನೆ ಅಂತ. അതിന്റെ കാരണം ഇതാണ്. ಅದಕ್ಕೆ ಕಾರಣವೇನೆಂದರೆ, ആമേൻ, ഞാനും നിങ്ങളും ചെയ്യുന്ന പ്രവൃത്തിക്ക് തക്കവണ്ണം ನಾನು ಮತ್ತೆ ನೀವು ಮಾಡುವಂತ ಪ್ರತಿಯೊಂದು ಕಾರ್ಯಕ್ಕೂ പ്രതിഫലം നൽകുന്ന ദൈവമാണ്. ಆತನು ಪ್ರತಿಫಲವನ್ನು ಕೊಡುವಂತ അതിനനുസരിച്ചുള്ള വിധി ദൈവം തരും. ಅದಕ್ಕೆ ಅನುಸರಣೆಯಾಗಿ ಅಂದ್ರೆ ಅದಕ್ಕೆ ಅನುಗುಣವಾದಂತ ವಿಧಿಯನ್ನು, ತೀರ್ಪನ್ನು ಆತ ನಮಗೆ ಕೊಡುವವನಾಗಿರ್ತಾನೆ. ഈ ഭൂമിയിലെ പല കണ്ണുകളെ നമുക്ക് വെട്ടിച്ചു പോകാം. ಈ ಭೂಮಿಯಲ್ಲಿರುವಂತಹ ಅನೇಕ ಕಣ್ಣುಗಳಿಗೆ ನಾವು ತಪ್ಪಿಸಿಕೊಳ್ಳಬಹುದು. പക്ഷെ സ്വർഗ്ഗത്തിലെ ദൈവം നമ്മളെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ಆದರೆ ಸ್ವರ್ಗದ ದೇವರು ನಮ್ಮನ್ನು ಯಾವಾಗಲೂ ವೀಕ್ಷಿಸುತ್ತಾ ಇರ್ತಾನೆ. സ്വർഗ്ഗത്തിലെ ദൈവം നമ്മുടെ എല്ലാ പ്രവർത്തികളെ തൂക്കി നോക്കും. ಸ್ವರ್ಗದಲ್ಲಿರುವಂತಹ ದೇವರು ನಮ್ಮ ಕಾರ್ಯಗಳನ್ನು ಯಾವಾಗಲೂ ವೀಕ್ಷಿಸುತ್ತಾ ನೋಡುತ್ತಲೇ ಇರ್ತಾನೆ. ഒരു തുലാസിൽ തൂക്കി നോക്കുന്നത് പോലെ ദൈവം നമ്മളെ തൂക്കി നോക്കും. ಒಂದು ತ್ರಾಸಿನ ಮೇಲೆ, ತಕ್ಕಡಿಯ ಮೇಲೆ ತೂಗುವ ರೀತಿಯಲ್ಲಿ ನಮ್ಮ ಕಾರ್ಯಗಳನ್ನೆಲ್ಲರೂ ಆತನು ತೂಗುತ್ತಾ ಇರುತ್ತಾನೆ. ആ തൂക്കി നോക്കുമ്പോൾ നമ്മൾ കുറവുള്ളവരായി കാണരുത്. ಆತನ ಒಂದು ತ್ರಾಸಿನಲ್ಲಿ ನಮ್ಮ ಕಾರ್ಯಗಳು ಕೊರತೆಯುಳ್ಳದಾಗಿ ಕಂಡು ಬರಬಾರದು. അതുകൊണ്ടാണ് സങ്കീർത്തനം പറയുന്നത്, യഹോവയെ ഭയപ്പെട്ട് അവന്റെ കൽപ്പനകളിൽ ഏറ്റവും ഇഷ്ടപ്പെടുന്ന മനുഷ്യൻ ഭാഗ്യവാനാണ്. ಆದ್ದರಿಂದ ಕೀರ್ತನೆಗಾರನು ಈ ಪ್ರಕಾರವಾಗಿ ಹೇಳುತ್ತಾನೆ, ಆತನ ಆಜ್ಞೆಗಳಿಗೆ ವಿಧೇಯರಾಗಿ ಆತನು ಮೆಚ್ಚುವಂತ ರೀತಿಯಲ್ಲಿ ನಾವು ನಡೆದುಕೊಳ್ಳಬೇಕು ಅಂತ ಹೇಳಿ. ഹല്ലേലൂയ, ಹಲ್ಲೆಲೂಯಾ. പകൽക്കാലം നമ്മൾ ദൈവത്തോട് പ്രാർത്ഥിക്കേണ്ടത്, ಈ ಸಂಜೆ ವೇಳೆಯಲ್ಲಿ ನಾವು ದೇವರ ಸನ್ನಿಧಾನದಲ್ಲಿ ಪ್ರಾರ್ಥನೆ ಮಾಡುವಂತದ್ದು, അങ്ങേ ഭയപ്പെടുവാനുള്ള ഒരു ഹൃദയം എനിക്ക് നൽകണമേ. ನಿನಗೆ ಭಯಪಟ್ಟು ನಡೆಯುವಂತ ಹೃದಯ ನನಗೆ അവൻ സ്നേഹിക്കുന്ന പിതാവ് തന്നെയാണ്. ಆತ ನಮ್ಮನ್ನು ಪ್ರೀತಿಸುವ ತಂದೆ ಹೌದು. അവൻ ആരെ അടിക്കുന്നവനാണെന്ന് ഞാൻ പറയുകയല്ല. ಆತನು ಯಾರನ್ನು ಹೊಡೆಯುತ್ತಾನೆ ಅಂತ ಹೇಳಿ ನಾ ಹೇಳುವುದಿಲ್ಲ. അപ്പൻ ശിക്ഷിക്കാത്ത മക്കൾ എവിടെയുള്ളൂ എന്ന് തിരുവചനം പറയുന്നു. ದೇವರ ವಾಕ್ಯ ಈ ಪ್ರಕಾರವಾಗಿ ಹೇಳುತ್ತದೆ, ತಂದೆಯಿಂದ ಶಿಕ್ಷಿಸದೆ ಇರುವಂತ ಮಕ್ಕಳು ಎಲ್ಲಿ ಅಂತ ಹೇಳಿ. ആമേൻ. ദൈവം ശിക്ഷിക്കും, അത് ശരി തന്നെ, അത് ബാലശിക്ഷയാണ്. ದೇವರು ನಮ್ಮನ್ನು ಶಿಕ್ಷಿಸುವಂತದ್ದು ಒಳ್ಳೆಯದೇ ಆಗಿದೆ, ಅದು ಬಾಲ ಶಿಕ್ಷೆಯಾಗಿದೆ. എന്നാൽ വരാൻ പോകുന്ന ന്യായവിധിയുടെ മുമ്പിൽ, ಆದರೆ ಬರಲಿಕ್ಕಿರುವಂತಹ ನ್ಯಾಯ ತೀರ್ಪಿನ ಮುಂದೆ എനിക്കും നിങ്ങൾക്കും നിൽക്കണമെങ്കിൽ, ನಾನು ಮತ್ತೆ ನೀವು ನಿಲ್ಲಬೇಕಾದರೆ, ഞാനും നിങ്ങളും ദൈവത്തെ ഭയപ്പെട്ട് ഇവിടുത്തെ ജീവിതം, ഈ പ്രവാസകാലം കഴിക്കണം. ನಾನು ಮತ್ತೆ ನೀವು ದೇವರಿಗೆ ಭಯಪಟ್ಟವರಾಗಿ ಈ ಪ್ರಯಾಸ ಅಂದ್ರೆ ಈ ಪ್ರಯಾಣದಲ್ಲಿ ಮುಂದುವರೆದು ಹೋಗಬೇಕು. ദൈവത്തിന്റെ വചനം പറയും, നിങ്ങളുടെ പ്രവാസകാലം ഭയത്തോടെ കഴിക്കണം. ದೇವರ ವಾಕ್ಯ ಈ ಪ್ರಕಾರವಾಗಿ ಹೇಳುತ್ತದೆ, ನಮ್ಮ ಪ್ರಯಾಣವನ್ನು ನಾವು ಭಯಭಕ್ತಿಯಿಂದ ನಡೆಸಬೇಕು ಅಂತ ಹೇಳಿ. ഇന്ന് പകൽ നമുക്ക് പ്രാർത്ഥിക്കാം. ಈ ಸಂಜೆ ವೇಳೆಯಲ್ಲಿ ನಾವು ಪ್ರಾರ್ಥಿಸೋಣ. കർത്താവേ, ಕರ್ತನೇ, എനിക്ക് ನನಗೆ അങ്ങേ ഭയപ്പെടുവാനുള്ളൊരു ഹൃദയം ಅಪ್ಪ, നൽകണം. ನಿನಗೆ ಭಯಪಟ್ಟು ನಡೆಯುವಂತ ಹೃದಯ ನನಗೆ ದಯಪಾಲಿಸು. നമുക്ക് എന്താ ഇനി വേണ്ടത്? ನಮಗೆ ಏನು ಬೇಕಾಗಿರುವಂತದ್ದು? നമുക്ക് സമ്പത്ത് വേണോ? ನಮಗೆ ಸಂಪತ್ತು ಬೇಕಾ? വേണം. ಹೌದು, ಬೇಕು. വീട് വേണോ? ಮನೆ ಬೇಕಾ? വേണം. ಬೇಕು. പക്ഷെ അതിന്റെ കൂടെ ಆದರೆ ಅದರ ಜೊತೆಯಲ್ಲಿ
നമുക്ക് പ്രാർത്ഥിക്കാം. ನಾವು ಪ್ರಾರ್ಥಿಸೋಣ. കർത്താവെ, അങ്ങേ ഭയപ്പെടുവാനുള്ള ഒരു ഹൃദയം. ಕರ್ತನೇ, ನಿನಗೆ ಭಯಪಟ್ಟು ನಡೆಯುವಂತ ಒಂದು ಹೃದಯ ನನಗೆ ಕೊಡು ಸ್ವಾಮಿ. എന്തിനാ ഭയപ്പെടുന്നത്? ಯಾಕೆ ನಾವು ಭಯಪಡಬೇಕು? വേദപുസ്തകം മുഴുവനും പഠിച്ചാൽ ഭയപ്പെടാണ്ടെന്നുള്ള ഒരു വാക്ക് നമുക്ക് അവിടെ കാണാൻ കഴിയും. ಸತ್ಯವೇದದಲ್ಲಿ ನಾವು ಇಡೀ ಸತ್ಯವೇದವನ್ನು ಧ್ಯಾನಿಸುವುದಾದರೆ ಭಯದ ವಿಷಯದಲ್ಲಿ ಭಯದ ಕುರಿತು ഞാൻ നിന്നോട് കൂടെയുണ്ട്, ಭಯಪಡಬೇಡ, ನಾನು ನಿನ್ನ ಜೊತೆಲಿ ಇದ್ದೇನೆ ಅಂತ ಹೇಳಿ ದೇವರು ഞാൻ ആ ഭയത്തെ കുറിച്ചല്ല പറയുന്നത്. ನಾನು ಆ ಭಯದ ಕುರಿತಲ್ಲ ಹೇಳುತ್ತಾ ഞാൻ ಇರುವಂತದ್ದು. ചെയ്യുന്ന പ്രവൃത്തി ನಾನು ಮಾಡುವಂತ ಕಾರ್ಯ നന്മയുള്ളതാണെങ്കിൽ ಒಳ್ಳೆಯದಾಗಿರುವುದಾದರೆ ആ നന്മയുടെ പ്രവൃത്തി നമ്മുടെ ജീവിതത്തിൽ അനുഭവിക്കും. ಆ ಒಳ್ಳೆ ನಾವು ಯಾವ ವಿಷಯದಲ್ಲಿ ಒಳ್ಳೆ ಕಾರ್ಯಗಳನ್ನು ಮಾಡುತ್ತೇವೆ ಆ ಕಾರ್ಯದ ಮೇಲೆ ನಮಗೆ തിന്മയാണ് ചെയ്യുന്നതെങ്കിൽ ನಾವು ಕೆಟ್ಟದ್ದು ಮಾಡುತ್ತಾ ಇರುವುದಾದರೆ ദൈവത്തെ ഭയപ്പെടണം. ನಾವು ದೇವರಿಗೆ ಭಯಪಡಬೇಕು. അവൻ ദഹിപ്പിക്കുന്ന അഗ്നിയാണ്. ಆತನು ದಹಿಸುವಂತ ಅಗ್ನಿಯಾಗಿದ್ದಾನೆ. നമ്മുടെ തിന്മ പ്രവൃത്തികളെ അവൻ ദഹിപ്പിക്കും. ನಮ್ಮ ಕೆಟ್ಟ ಕೆಲಸವನ್ನು ಆತನು ದಹಿಸುವನಾಗಿರುತ್ತಾನೆ. ಆಮೆನ್. ഹല്ലേലൂയ. ಹಲ್ಲೆಲೂಯಾ. ഇന്ന് അനേകർ പഠിപ്പിക്കാറുണ്ട്, ಇವತ್ತು ಅನೇಕರು ಈ ರೀತಿಯಲ್ಲಿ ಕಲಿಸಿಕೊಡುತ್ತಾರೆ. യേശു ക്രിസ്തുവിൽ വന്നു കഴിഞ്ഞാൽ, ಯೇಸು ಕ್ರಿಸ್ತನಲ್ಲಿ ಬಂದಾದರೆ പിന്നെ യാതൊരു ശിക്ഷയില്ലാന്ന്, ಮತ್ತೆ ಯಾವ ಶಿಕ್ಷೆಯೂ ಇಲ್ಲ ಅಂತ ಹೇಳಿ. ഇപ്പോൾ ക്രിസ്തു യേശുവിൽ ഉള്ളവർക്കാണ് ശിക്ഷാവധി ഇല്ലാത്തത്. ಈಗ ಕ್ರಿಸ್ತ ಯೇಸುವಿನಲ್ಲಿ ಇರುವವರಿಗೆ ಅಪರಾಧ ನಿರ್ಣಯ ಇಲ್ಲವೇ ಇಲ್ಲ. ഹല്ലേലൂയ. ಹಲ್ಲೆಲೂಯಾ. ഇപ്പോൾ ക്രിസ്തുവിലാണെങ്കിൽ, ಈಗ ಕ್ರಿಸ್ತನಲ್ಲಿ ಇರುವುದಾದರೆ, ഇപ്പോൾ ഞാൻ ക്രിസ്തുവിലാണെങ്കിൽ, ಈಗ ನಾನು ಕ್ರಿಸ್ತನಲ್ಲಿ ಇದ್ದರೆ, ഇപ്പോൾ എന്നെ കർത്താവ് വിളിച്ചാൽ, ಈಗ ನನ್ನನ್ನು ಕರ್ತನ ಕರೆದರೆ അതിനനുസരിച്ചുള്ള പ്രതിഫലം അവൻ നൽകും. ಅದಕ್ಕೆ ಅನುಸಾರವಾದಂತ ಪ್ರತಿಫಲವನ್ನು ഞാൻ ದೇವರು പറയുന്നത് ನನಗೆ നിങ്ങളെ ಕೊಡುತ್ತಾನೆ. നരകത്തിൽ കൊണ്ടുപോകുവാനല്ല, ನಾನು ಹೇಳ್ತಾ ಇರುವಂತದ್ದು ನಿಮ್ಮನ್ನ ನರಕಕ್ಕೆ ಕರೆದುಕೊಂಡು ಹೋಗುತ್ತದೆ ಅಂತ ಹೇಳಿ ಅಲ್ಲ. ഞാനും നിങ്ങളും ചെയ്യുന്ന പാപം, ಆದರೆ ನಾನು ಮತ್ತೆ ನೀವು ಮಾಡುವಂತ ಪಾಪ നമ്മൾ ഭയക്കണം. ನಮ್ಮ ಆ ಒಂದು ഭയം വേണം. ನಮಗೆ ಭಯ ಬೇಕು. കാരണം പാപത്തോട് ദൈവത്തിന് കോംപ്രമൈസ് ചെയ്യാൻ പറ്റത്തില്ല. ಯಾಕೆಂದರೆ ದೇವರು ಪಾಪದ ಜೊತೆಲಿ ಯಾವುದೇ ರೀತಿಯಂತ ಕಾಂಪ್ರಮೈಸ್ ಅನ್ನು ಮಾಡಿಕೊಳ್ಳುವುದಿಲ್ಲ. തെറ്റായ വഴിയിൽ കൂടി പോകുമ്പോൾ നമ്മുടെ ഉള്ളിൽ ഒരു ഭയം വേണം. ಕೆಟ್ಟ ಮಾರ್ಗದಲ್ಲಿ ನಾವು ಹೋಗುತ್ತಾ ಇರುವುದಾದ್ರೆ ನಮಗೆ ಒಂದು ಭಯ ಬೇಕು. കാരണം ഈ ദൈവം എന്നെ കാണുന്നുണ്ട്. ಕಾರಣವೇನೆಂದರೆ ದೇವರು ನನ್ನನ್ನು ನೋಡುತ್ತಾ ಇದ್ದಾನೆ. ഹല്ലേലൂയ. ഒരു പക്ഷേ പാസ്റ്റർ കാണത്തില്ലായിരിക്കാം, ಒಂದು ಪಕ್ಷ ನಿನ್ನನ್ನು ಪಾಸ್ಟ್ ನೋಡದೇ ಇರಬಹುದು, ഒരു പക്ഷേ പാസ്റ്റർ ആന്റി കാണത്തില്ല, ಒಂದು ಪಕ್ಷ ಪಾಸ್ಟ್ ಆಂಟಿ ಅವರು കാണത്തില്ല, ಚರ್ಚಿನಲ್ಲಿರುವಂತ ಯಾರು ಸಹ ನೋಡದೇ ಇರಬಹುದು. പക്ഷേ സ്വർഗ്ഗത്തിലെ ദൈവം കാണുന്നു. ಆದ್ರೆ ಸ್ವರ್ಗದ ದೇವರು ನಿನ್ನನ್ನು ನೋಡುತ್ತಾ ಇದ್ದಾನೆ. ಆಮೆನ್. ഹല്ലേലൂയ. ಹಲ್ಲೆಲೂಯಾ. The fear of the Lord is the beginning of the wisdom. ಆಮೆನ್. ದೇವರ ಭಯವು ದೇವರ ಭಯವು ಜ್ಞಾನಕ್ಕೆ ಮೂಲವಾಗಿದೆ. ഹല്ലേലൂയ. ಹಲ್ಲೆಲೂಯಾ. യഥാർത്ഥമായ ഭക്തി വെളിപ്പെടണമെങ്കിൽ, ಯಥಾರ್ಥವಾದಂತ ಭಕ್ತಿ ನಮ್ಮ ಜೀವಿತದಲ್ಲಿ ಪ್ರಕಟವಾಗಬೇಕಾದರೆ ദൈവത്തോട് ഭയം വേണം. ದೇವರ ಜೊತೆಯಲ್ಲಿ ಭಯಪಡುವವರಾಗಿರಬೇಕು. അവൻ അടുത്തുകൂടാത്ത വെളിച്ചത്തിൽ വസിക്കുന്നവനായ ദൈവമാണ്. ಆತನು ಅಗಮ್ಯವಾದಂತ ಬೆಳಕಿನಲ್ಲಿ ವಾಸ ಮಾಡುವ ದೇವರಾಗಿದ್ದಾನೆ. ಮೋಶೆ ದೈವത്തോട് പ്രാർത്ഥിച്ചു, ദൈവത്തെ ഒന്ന് കാണണമെന്ന്. ಮೋಶೆ ದೇವರ ಸನ್ನಿಧಾನದಲ್ಲಿ ಪ್ರಾರ್ಥಿಸಿದನು, ದೇವರೇ ನಾನು ಒಂದು ಸಾರಿ ನಿನ್ನನ್ನು ಕಾಣಬೇಕು ಅಂತ ಹೇಳಿ. ಅವನಿಗೆ ಸಾಧಿಸಿಲ್ಲ. ಆದರೆ ಅವನಿಗೆ ಅದು ಸಾಧ್ಯವಾಗಲಿಲ್ಲ. എന്നാൽ അവന്റെ ആഗ്രഹം കൊണ്ട്, ಆದರೆ ಆತನ ಆಸೆ ನಿಮಿತ್ತವಾಗಿ ദൈവം അവനെ ചിലത് കാണിച്ചു. ದೇವರು ಕೇವಲ ಆತನ ನೆರಳನ್ನು ಮಾತ್ರ ತೋರಿಸಿದನು. അവൻ നമുക്കറിയാം, സ്വർഗ്ഗത്തിലെ ദൈവത്തിന്റെ സാന്നിധ്യം സീനായി മലയിലേക്ക് ഇറങ്ങി വന്നു. ಗೊತ್ತುಂಟು, ಸ್ವರ್ಗದ ದೇವರ ಸಾನ್ನಿಧ್ಯ ಸೀನಾಯಿ ಬೆಟ್ಟದ ಮೇಲೆ ಬಂದು ಇಳಿಯಿತು. അവിടെ ജനം വിറച്ചു, ಅಲ್ಲಿ ಜನರೆಲ್ಲ ನಡುಗಿದರು. അങ്ങനെയാണെങ്കിൽ ಹಾಗೆ ಇರುವುದಾದರೆ ഞാൻ നിങ്ങൾ സേവിക്കുന്ന ദൈവത്തെ, ನಾನು ಮತ್ತೆ ನೀವು ಸೇವಿಸುವಂತ ದೇವರಿಗೆ അവൻ ഭയപ്പെടേണ്ട സമയം കഴിഞ്ഞിരിക്കുക. ಭಯಪಡುವಂತ ಸಮಯ ಹತ್ತಿರದಲ್ಲಿದೆ. ചില തെറ്റുകൾ ചെയ്യുമ്പോൾ ತಪ್ಪುಗಳು ಮಾಡುವಾಗ ഓർക്കണം, ഒരു ദൈവം കണ്ടുകൊണ്ടിരിക്കുകയാണ്. ನಾವು ಒಂದನ್ನು ನೆನಪು ಮಾಡಿಕೊಳ್ಳಬೇಕು, ನನ್ನ ದೇವರು ನನ್ನನ್ನು ನೋಡುತ್ತಿದ್ದಾನೆ ಅಂತ. എത്ര പേർക്ക് ഞാൻ പറയുന്നത് മനസ്സിലാകുന്നുണ്ട്? ಎಷ್ಟು ಜನರಿಗೆ ನಾನು ಹೇಳ್ತಾ ಇರುವಂತದ್ದು ಅರ್ಥ ಆಗ್ತಾ ഇത് പകൽ നമുക്ക് പ്രാർത്ഥിക്കാം. ಈ ಸಂಜೆ ವೇಳೆ ನಾವು ಪ್ರಾರ್ಥಿಸುವ, അങ്ങേ ഭയപ്പെടുവാനുള്ള ഒരു ഹൃദയം ಕರ್ತನೇ നൽകണം. ನಿನಗೆ ಭಯಪಡುವಂತ ಹೃದಯ ನನಗೆ ಕೊಡು. പിതാവിനെ അങ്ങ് പേടിച്ച് അവന്റെ സന്നിധിയിലേക്ക് പോകുന്ന അനുഭവമല്ല, പോകാതിരിക്കുന്ന അനുഭവമല്ല. ನಾನು ಈ ರೀತಿಯಲ್ಲಿ ಹೇಳ್ತಾ ಇಲ್ಲ, ತಂದೆಗೆ ಭಯಪಟ್ಟು ಆತನ ಸನ್ನಿಧಾನಕ್ಕೆ ಹೋಗದೇ ಇರುವಂತ ಅನುಭವವನ್ನ ನಾನು ಹೇಳ್ತಾ ಇಲ್ಲ. എന്റെ പ്രവൃത്തിക്ക് അനുസരിച്ച് ನನ್ನ ಕ್ರಿಯೆಗಳಿಗೆ ಸರಿಯಾಗಿ ന്യായം വിധിക്കുന്ന ഒരു ദൈവം, ನ್ಯಾಯ ತೀರಿಸುವಂತ ಒಂದು ದೇವರಿದ್ದಾನೆ. അപ്പൊ അപ്പോസ്തലനായ പൗലോസ് അതിനെക്കുറിച്ച് പറയുന്നത്, ಅಪೊಸ್ತಲನಾದಂತ ಪೌಲನು ಅದರ ಕುರಿತು ಹೇಳುವುದೇನೆಂದರೆ, തീയിൽ കൂടി അതിനെ ടെസ്റ്റ് ചെയ്യും. ಬೆಂಕಿಯ ಮೂಲಕವಾಗಿ ಅದನ್ನು ಆತನು ಪರಿಶೋಧಿಸುತ್ತಾನೆ. നമ്മുടെ പ്രവൃത്തികളെ തീയിൽ കൂടി ശോധന ചെയ്യും. ನಮ್ಮ ಕಾರ್ಯಗಳನ್ನು ಆತನು ಬೆಂಕಿಯಲ್ಲಿ ಪುಟಕ್ಕೆ ಹಾಕಿ ಶೋಧಿಸುತ್ತಾನೆ. അതിനകത്ത് നിന്ന് ഒരൊറ്റ മനുഷ്യനെ പോലും ദൈവം പുറത്തു കൊണ്ടുവരത്തില്ല. ಆದ್ದರಿಂದ ಒಂದೇ ಒಂದು ವ್ಯಕ್ತಿಯನ್ನು ಆತನು ಹೊರ ತರುವುದಿಲ್ಲ. എന്ന് പറഞ്ഞ എല്ലാവരും ആ ടെസ്റ്റിനകത്ത് കൂടെ കടന്നു പോകണം. ಎಲ್ಲರೂ ಸಹ ಆ ಒಂದು ಪರಿಶೋಧನೆಯಲ್ಲಿ ದಾಟಲೇಬೇಕು. ആമേൻ. ಆಮೆನ್. അത് പാവപ്പെട്ടവനെന്നില്ല,
ಅದು ಪಾಪದ ವ್ಯಕ್ತಿ ಅಂತ ಹೇಳಿ ಅಲ್ಲ, പണക്കാരനെന്നില്ല, ಇಲ್ಲ ಒಳ್ಳೆ ಆಸ್ತಿವಂತರು ಅಂತ ಹೇಳಿ ಇಲ್ಲ, എഡ്യൂക്കേഷൻ ഉണ്ട് എന്നുള്ള പറയുന്നവര് മാത്രമല്ല, ಅವರು ಒಳ್ಳೆ ಜ್ಞಾನಿಗಳಾಗಿದ್ದಾರೆ ಅಂತ ಆ ರೀತಿಯಲ್ಲಿ ಹೇಳಿಕೊಳ್ಳುವಂತವರಲ್ಲ. ಎಲ್ಲರೂ ಸಹ ആ ടെസ്റ്റിൽ കൂടി കടന്നു ಆ ಒಂದು പോകണം. ಪರಿಶೋಧನೆಯಲ್ಲಿ ಅವರು ದಾಟಿ ಹೋಗಲೇಬೇಕು. തീയിൽ കൂടി കടന്നു പോകുമ്പോൾ ಬೆಂಕಿಯಲ್ಲಿ ಅವರು ಹಾದು ಹೋಗಲೇಬೇಕು. നമ്മുടെ പ്രവൃത്തി ഉരുകി പോകുകയാണെങ്കിൽ, ಬೆಂಕಿಯಲ್ಲಿ ನಾವು ಹಾದು ಹೋಗುವಂತ ವೇಳೆಯಲ್ಲಿ ನಮ್ಮ ಕಾರ್ಯಗಳು ಸುಟ್ಟು ಹೋದರೆ ആമേൻ, അത് ഒരിക്കലും നിലനിൽക്കുകയില്ല. ಅದು ಒಂದು ಕಾರಣಕ್ಕೂ ಅದು ನೆಲೆಗೊಳ್ಳುವುದಿಲ್ಲ. നിലനിൽക്കുന്ന പ്രവർത്തികൾ നമ്മുടെ ജീവിതത്തിൽ വെളിപ്പെടണം. ನೆಲೆಗೊಳ್ಳುವಂತಹ ಕಾರ್ಯಗಳು ನಮ್ಮ ಜೀವಿತದಲ್ಲಿ ಪ್ರಕಟವಾಗಬೇಕು. ഹല്ലേലൂയ. ಹಲ್ಲೆಲೂಯ. തീയിൽ കൂടി ശോധന ചെയ്യുന്ന ഒരു ദൈവമുണ്ട്. ಬೆಂಕಿಯ ಮೂಲಕವಾಗಿ ಪರಿಶೋಧಿಸುವಂತ ಒಂದು ದೇವರಿದ್ದಾನೆ. അന്ന് നമുക്കറിയാം നമ്മൾ എന്താ പണിതുകൊണ്ടിരിക്കുന്നത്. ಆಗ ಮಾತ್ರವೇ ನಮಗೆ ಗೊತ್ತಾಗುತ್ತದೆ ನಾವು ಯಾವ അനേകര് പണിതുകൊണ്ടിരിക്കുകയാണ് പലതും. ಇವತ್ತು ಅನೇಕರು ಅನೇಕ ವಿಷಯಗಳನ್ನು ಕಟ್ಟುತ್ತಾ ಇದ್ದಾರೆ. പക്ഷെ ദൈവം ടെസ്റ്റ് ചെയ്യുന്ന ഒരു ദിവസമുണ്ട്. ಆದರೆ ದೇವರು ಪರಿಶೋಧಿಸುವಂತ ಒಂದು ದಿನವಿದೆ. ആമേൻ. ಆಮೆನ್. നമ്മൾ ചെയ്ത പണി എന്തെന്ന് നോക്കുവാൻ സ്വർഗം ഇറങ്ങി വരും. ನಾವು ಮಾಡುವಂತ ಕೆಲಸ ಏನು ಅಂತ ಹೇಳಿ ನೋಡುವಂತ ಒಂದು ಸ್ವರ್ಗ ಇಳಿದು ಬರುತ್ತದೆ. ആമേൻ. ಆಮೆನ್. വരുവോ? ಬರ್ತದಾ ಇಲ್ವಾ? യെസ്, ಬರ್ತದೆ. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം? ಆದುದರಿಂದ ನಾವೇನು ಮಾಡಬೇಕು? കള്ളം പറയുമ്പോൾ, ಸುಳ್ಳು ಹೇಳುವಾಗ ഒരു ദൈവം കാണുന്നേ, ಒಂದು ದೇವರು ನೋಡ್ತಾ ಇದ್ದಾನೆ. ദുഷ്ടപ്രവർത്തികൾ ചെയ്യുമ്പോൾ ದುಷ್ಟ ಕಾರ್ಯಗಳನ್ನು ನಾವು ಮಾಡುವಾಗ ദൈവം കാണുന്നുണ്ട്. ದೇವರು ನನ್ನ ನೋಡುತ್ತಾ ಇದ್ದಾನೆ. രഹസ്യമായി പാപം ചെയ്യുമ്പോൾ ರಹಸ್ಯವಾಗಿ ನಾವು ಪಾಪ ಮಾಡುವಾಗ ദൈവം കാണുന്നുണ്ട്. ದೇವರು ನನ್ನ ನೋಡುತ್ತಾ ಇದ್ದಾನೆ. ആര് കാണുന്നില്ല എന്ന് തോന്നിയാലും ಯಾರು ನನ್ನ ನೋಡುತ್ತಾ ಇಲ್ಲ ಅಂತ ಹೇಳಿ ನೋಡುವಾಗಲೂ ಸಹ ದೇವರು ನನ್ನನ್ನು അവൻ ವೀಕ್ಷಿಸುತ್ತಾ ಇದ್ದಾನೆ. ന്യായാധിപനാണ്. ಆತನು ನ್ಯಾಯಾಧಿಪತಿ അവൻ ന്യായാധിപനാണ്. അവൻ നീതിയുള്ള ഒരു ന്യായാധിപനാണ്. അതുകൊണ്ട് അവനെ ഞാൻ നിങ്ങൾ ഭയപ്പെടണം. ಆದುದರಿಂದ ನಾನು ಮತ್ತೆ ನೀವು ಆತನಿಗೆ പകലെന്നെ ಭಯಪಡುವವರಾಗಿರಬೇಕು. കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ನನ್ನ ಮಾತನ್ನು ಕೇಳುತ್ತಿರುವಂತ ಪ್ರಿಯ ದೇವಜನರೇ, നിങ്ങൾ ചെയ്യുന്ന പ്രവൃത്തി പുറത്തു വരുന്ന ഒരു ദിവസമുണ്ട്. ನೀವು ಮಾಡುತ್ತಿರುವಂತ ಕೆಲಸ ಹೊರ ಬರುವಂತ ದಿನ ಒಂದಿದೆ. ഹല്ലേലൂയ. ಹಲ್ಲೆಲೂಯಾ. അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യണം? ಆದುದರಿಂದ ನಾವೇನು ಮಾಡಬೇಕು? ಅವನಿಗೆ ಭಯಪಡುವವರಾಗಿರಬೇಕು. എല്ലാവരും കൂടെ പറഞ്ഞേ, ಎಲ್ಲರೂ ಹೇಳೋಣ, ಭಯಪಟ್ಟು ನಡೆಯಬೇಕು. എന്ത് ചെയ്യണം? ಏನ್ ಮಾಡಬೇಕು? ഭയപ്പെടണം. ಭಯಪಡಬೇಕು എന്ന് പറഞ്ഞാൽ പിതാവിന്റെ സന്നിധിയിൽ ചെന്ന് കിടുകിട ഇങ്ങനെ വിറയ്ക്കണമെന്നല്ല. ನಾನು ಹೇಳ್ತಾ ಇರುವಂತ ತಂದೆಯ ಮುಂದೆ ಹೋಗಿ ಹೀಗೆ ಗಡಗಡ ಅಂತ ನಡುಗುವಂತದಲ್ಲ. ആ ഒരു ഭയത്തെ കുറിച്ചല്ല പറഞ്ഞേ. ಆ ಭಯದ ಕುರಿತಲ್ಲ ನಾ ಹೇಳ್ತಾ ಇರೋದು. എപ്പോ വേണമെങ്കിലും ആ പിതാവിന്റെ സന്നിധിയിൽ ಯಾವಾಗ ಬೇಕಾದರೂ ಸಹ ನಾವು ತಂದೆಯ ಆ ಒಂದು ಸನ್ನಿಧಾನಕ್ಕೆ ನಾವು ಹೋಗಬಹುದು. എന്നാൽ അങ്ങനെ നമ്മൾ കാണുമ്പോൾ തന്നെ, ಆದರೆ ನಾವು ಆ ರೀತಿಯಲ್ಲಿ ಇರುವಾಗಲೇ നമ്മുടെ പ്രവൃത്തികൾക്ക് തക്ക പകരം ചെയ്യുന്ന ഒരു ദൈവമുണ്ട്. ನಮ್ಮ ಕಾರ್ಯಗಳಿಗೆ ಸರಿಯಾಗಿ ಪ್ರತಿಫಲವನ್ನು ಕೊಡುವಂತ ದೇವರೊಬ್ಬನಿದ್ದಾನೆ. ആമേൻ. രണ്ടാമത് നമ്മൾ മനസ്സിലാക്കേണ്ടത്, ಎರಡನೇದಾಗಿ ನಾವು ಅರ್ಥ ಮಾಡಿಕೊಳ್ಳಬೇಕಾಗಿರುವಂತ അവന്റെ ವಿಷಯ, കൽപ്പനകളെ പ്രമാണിക്കണം. ಆತನ ಆಜ್ಞೆಗಳನ್ನು ಕೈಗೊಳ್ಳಬೇಕು. എല്ലാവരും കൂടെ ചേർന്ന് പറ, പ്രമാണിക്കണം. ನಾವೆಲ್ಲರೂ ಸೇರಿ ಹೇಳೋಣ, ಆಜ್ಞೆಗಳನ್ನು ಕೈಗೊಳ್ಳಬೇಕು. പ്രമാണിക്കണം. ಕೈಗೊಳ್ಳಬೇಕು. ഇത് ഒത്തിരി ക്രിസ്ത്യാനികളെ നമുക്ക് ഇവിടെ കാണാൻ കഴിയും. ಇಲ್ಲಿ ಅನೇಕ ಕ್ರೈಸ್ತರನ್ನು ನಾವು ನೋಡಬಹುದು. യേശുവിന്റെ പുറകെ അങ്ങ് പോവുക. ಯೇಸುವಿನಿಂದ ಸುಮ್ಮನೆ ಹೋಗ್ತಾ ಇರ್ತಾರೆ. അവരുടെ പേര് കേട്ട തോമസ്, ಅವರ ಹೆಸರು ಕೇಳಿದೆ ಥೋಮಸ್, ജേക്കബ് അല്ലേ? പേരല്ല ക്രിസ്ത്യാനികളുടെ പേരാ. ಆದರೆ ಹೆಸರೆಲ್ಲ ಕ್ರೈಸ್ತರ ಹೆಸರು. പക്ഷെ ക്രിസ്തു പറഞ്ഞത് അതേപോലെ അനുസരിക്കുവാൻ അവർക്ക് കഴിയുന്നില്ല. ಆದರೆ ಕ್ರೈಸ್ತನು ಹೇಳಿದ ರೀತಿಯಲ್ಲಿ, ಅಂದ್ರೆ ಆತನು ಹೇಳಿದ ರೀತಿಯಲ್ಲಿ ನಡೆದುಕೊಳ್ಳಲು ಅವರಿಗೆ ಸಾಧ್ಯವಾಗುತ್ತಿಲ್ಲ. പക്ഷെ യേശു പറഞ്ഞത്, ಆದರೆ ಯೇಸು ഞാൻ നിങ്ങളോട് കൽപ്പിച്ചതൊക്കെ നിങ്ങൾ പ്രമാണിക്കണം. ನಾನು ನಿಮಗೆ ಆಜ್ಞಾಪಿಸಿದನೆಲ್ಲ ನೀವು ಕೈಗೊಳ್ಳಬೇಕು. ആമേൻ. ಆಮೆನ್. നിങ്ങൾ വചനം കേൾക്കുക മാത്രമല്ല, ನೀವು ವಾಕ್ಯವನ್ನು ಕೇಳುವುದು ಮಾತ್ರವಲ್ಲ, അത് ചെയ്യുന്നവരായിട്ട് നിങ്ങൾ മാറണം. ಅದನ್ನು ಮಾಡುವವರಾಗಿ ನಾವು ಬದಲಾಗಬೇಕು. ആമേൻ. ಆಮೆನ್. എന്റെ കർത്താവേ കർത്താവേ എന്ന് വിളിക്കുന്ന ഏവനുമല്ല എന്റെ ഇഷ്ടം ചെയ്യുന്നവരത്രേ സ്വർഗരാജ്യത്തിൽ കടക്കുന്നത്. ಸ್ವಾಮಿ ಸ್ವಾಮಿ ಎಂದು ಕರೆಯುವವರೆಲ್ಲರೂ ಪರಲೋಕ ರಾಜ್ಯಕ್ಕೆ ಬಾಧ್ಯರಾಗುವುದಿಲ್ಲ. ನನ್ನ ತಂದೆಯ ಚಿತ್ತವನ್ನು ನೆರವೇರಿಸುವವನೇ ಪರಲೋಕ ರಾಜ್ಯಕ್ಕೆ ಬಾಧ್ಯನಾಗುವನು. ഹല്ലേലൂയ. ಹಲ್ಲೆಲೂಯಾ. വചനം എന്ത് ചെയ്യണം? ವಾಕ್ಯವನ್ನು ಏನು ಮಾಡಬೇಕು? അനുസരിക്കണം. ಅನುಸರಿಸಬೇಕು. എല്ലാവരും പറഞ്ഞ അനുസരിക്കണം. ನಾವೆಲ್ಲರೂ ಸಹ ಹೇಳೋಣ, ಕೈಗೊಂಡು ನಡೆಯಬೇಕು. വചനം ದೇವರ ವಾಕ್ಯವನ್ನು ಕೈಗೊಂಡು ನಡೆಯಬೇಕು. ದೇವರ ವಾಕ್ಯವನ್ನು ಕೈಗೊಂಡು ನಡೆಯಬೇಕು. വചനം എന്ത് ചെയ്യണം? ದೇವರ ವಾಕ್ಯವನ್ನು ಏನು ಮಾಡಬೇಕು? എന്ത് ചെയ്യണം? ದೇವರ ವಾಕ್ಯವನ್ನು ಏನು ಮಾಡಬೇಕು? പ്രമാണിക്കണം. ಕೈಗೊಂಡು ನಡೆಯಬೇಕು. പ്രമാണിക്കണം. ಕೈಗೊಂಡು ನಡೆಯಬೇಕು. കേൾക്കുന്നവരായി മാത്രമല്ല, ಕೇಳುವವರು ಆಗಿ ಮಾತ್ರವೇ ಇರುವುದೇ, വചനം അനുസരിക്കണം. ವಾಕ್ಯವನ್ನು ಅದೇ ರೀತಿಯಲ್ಲಿ ನಡೆಯುವವರಾಗಿರಬೇಕು. ആമേൻ. ಆಮೆನ್. കൈക്കൂലി കൊടുക്കരുതെന്ന് പറഞ്ഞാൽ കൈക്കൂലി കൊടുക്കരുത്. കൈക്കൂലി മീൻസ് ബ്രൈബ്, ഗിവിംഗ് മണി, ಲಂಚ. ചില കാര്യങ്ങൾ സാധിച്ചെടുക്കാൻ വേണ്ടി നമ്മൾ ಲಂಚ ಕೊಡಬಾರ್ದು ಅಂತ ಹೇಳಿ ದೇವರ ವಾಕ್ಯ ಹೇಳಿದ ಮೇಲೆ ನಾವು ಲಂಚ ಕೊಡಬಾರ್ದು. കൊടുക്കരുത്. ಕೊಡಬಾರ್ದು.
എന്റെ പൊന്നു പാസ്റ്ററെ, നിങ്ങൾക്ക് ഇതൊക്കെ ഇപ്പൊ പറയാം. ಅಯ್ಯೋ ಪಾಸ್ಟರ್, ನೀವ್ ಯಾಕೆ ಇದನ್ನೆಲ್ಲ ಹೇಳ್ತಾ ಇದ್ದೀರಾ? വല്ല കാര്യം നടക്കണമെങ്കിൽ വല്ലതും കൊടുക്കണം. ಏನಾದ್ರೂ ಒಂದು ಕೆಲಸ ಸಾಧಿಸಬೇಕಾದ್ರೆ ನಾವು ಲಂಚ ಕೊಡ್ಲೇಬೇಕು. ദൈവത്തിന്റെ വചനം എവിടെയാ? ಅದೇ ದೇವರ ವಾಕ್ಯ ಏನ್ ಹೇಳ್ತದೆ? നമുക്ക് ഒരാൾക്ക് ഗിഫ്റ്റ് കൊടുക്കുന്നുണ്ടോന്നും ഒരു കുഴപ്പമില്ല. ನಾವು ಒಂದು ವ್ಯಕ್ತಿಗೆ ಉಡುಗೊರೆಯಾಗಿ ಏನು ಕೊಟ್ಟರು ಸಹ ಅದು ಪರವಾಗಿಲ್ಲ. പക്ഷെ അവന്റെ ഡ്യൂട്ടി അത് ചെയ്തു തരേണ്ടത്. ಆದರೆ ಆತನ ಕೆಲಸ ಆ ಕೆಲಸವನ್ನು ಮಾಡಿ ಮುಗಿಸಿಕೊಡುವಂಥದ್ದು. ഒരാൾക്ക് ഒരു ഗിഫ്റ്റ് കൊടുക്കുന്നൊന്നും പറഞ്ഞ ഒന്നുമില്ല. ಒಂದು ವ್ಯಕ್ತಿಗೆ ಉಡುಗೊರೆ ಕೊಡುವಂಥದ್ದು ಅದರಲ್ಲಿ ಏನು ತಪ್ಪಿಲ್ಲ. ഗവൺമെന്റ് അവർക്ക് സാലറി കൊടുക്കുന്നുണ്ട്, ಸರ್ಕಾರವು ಅವರಿಗೆ ಸಂಬಳ ಕೊಡ್ತಾ ಇದೆ. എന്നാൽ ഇത് സാധിച്ചെടുക്കാൻ വേണ്ടി നമ്മൾ കൊടുക്കുന്നത്, ನಮ್ಮ ಕೆಲಸವನ್ನು ಸಾಧಿಸಿಕೊಳ್ಳುವುದಕ್ಕಾಗಿ ನಾವು ಕೊಡುವಂತ ಲಂಚ തെറ്റാണ്, ಅದು ತಪ್ಪಾಗಿದೆ. ഹല്ലേലൂയ. ಹಲ್ಲೆಲೂಯ. നമ്മുടെ രാജ്യത്ത് ഒത്തിരി അനീതി നമുക്ക് കാണുവാൻ കഴിയും. ನಮ್ಮ ದೇಶದಲ್ಲಿ ಅನೇಕ ಅನೀತಿಗಳನ್ನು ನಾವು ನೋಡುತ್ತಾ ಇದ್ದೇವೆ. പലപ്പോഴും നമ്മളെ ക്രിസ്ത്യാനികളെന്ന് അഭിമാനിക്കുന്നവർ പോലും ഏറ്റവും വലിയ പ്രശ്നക്കാരായി മാറിക്കൊണ്ടിരിക്കുക. ನಾವು ಕ್ರೈಸ್ತರು ಅಂತ ಹೇಳಿ ಅಭಿಮಾನಿಸುತ್ತಿರುವಂತ ಅಂತವರು ಸಹ ಬಹಳ ತಲೆನೋವಾಗಿದ್ದಾರೆ. നിങ്ങൾ കൊച്ചു കേരളത്തിലേക്ക് നിങ്ങൾ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ കഴിയും ഒത്തിരി ക്രിസ്ത്യാനികൾ പലരും ക്രിമിനലുകളാണ്. ನೀವು ಕೇರಳಕ್ಕೆ ಬಂದು ನೋಡುವುದಾದರೆ ಅನೇಕ ಕ್ರೈಸ್ತರು ಕ್ರಿಮಿನಲ್ ಆಗಿದ್ದಾರೆ. ಆಮೆನ್. ಅನೇಕ കള്ളന്മാർ അവ ക്രിസ്ത്യാനികളാണ്. ಕಳ್ಳರು ಅನೇಕರು ಕ್ರೈಸ್ತರೇ ಆಗಿದ್ದಾರೆ. എന്നോട് ക്ഷമിക്കണം, എല്ലാ ക്രിസ്ത്യാനികളും കള്ളന്മാരല്ല. ದಯವಿಟ್ಟು ನನ್ನನ್ನು ಕ್ಷಮಿಸಿ. ನಾ ಹೇಳ್ತಾ ಇರುವಂತದ್ದು ಎಲ್ಲಾ ಕ್ರೈಸ್ತರು ಕಳ್ಳರು ಅಂತ ನಾ ಹೇಳ್ತಾ എന്നാൽ ഈ യേശുവിന്റെ പേരും പറഞ്ഞ് നടക്കുന്ന ഒത്തിരി ആൾക്കാരുണ്ട്. ಯೇಸುವಿನ ಹೆಸರನ್ನು ಹೇಳಿಕೊಂಡು ಹೋಗುತ್ತಾ ಇರೋರು ಅನೇಕರಿದ್ದಾರೆ. അവ ക്രിസ്ത്യാനിയാണെങ്കിൽ ക്രിസ്തുവിനോട് കൂടെ കഷ്ടം സഹിക്കുവാനും കൂടാണ് ദൈവം നമ്മളെ വിളിച്ചിരിക്കുന്നത്. ಕ್ರೈಸ್ತರು ಅಂತ ಹೇಳಿದರೆ ಕ್ರಿಸ್ತನ ಜೊತೆಯಲ್ಲಿ ಇದ್ದು ಕ್ರಿಸ್ತನ ಎಲ್ಲ ಕಷ್ಟಗಳಲ್ಲಿ ಭಾಗಿಗಳಾಗುವವರೇ ಕ್ರೈಸ್ತರಾಗಿರುತ್ತಾರೆ. ഹല്ലേലൂയ. ಹಲ್ಲೆಲೂಯ. അങ്ങനെയാണെങ്കിൽ കോംപ്രമൈസ് ചെയ്തുള്ള ഒരു ജീവിതമല്ല. ಹಾಗಾದ್ರೆ ಕಾಂಪ್ರಮೈಸ್ ಆದಂತ ಜೀವಿತ ನಮಗೆ ಬೇಡ. പാപവുമായി കോംപ്രമൈസ് ചെയ്ത ഒരു ജീവിതമല്ല. ಪಾಪದ ಜೊತೆಯಲ್ಲಿ ಕಾಂಪ್ರಮೈಸ್ ನಡೆಯುವಂತ ಜೀವಿತ ನಮಗೆ ಬೇಡ. ജീവിതದಲ್ಲಿ എന്ത് സംഭവിച്ചാലും, ಏನು ನಡೆದರೂ ಸಹ ഞാൻ അവന്റെ വചനം അനുസരിക്കും. ನಾನು ಆತನ ವಾಕ್ಯವನ್ನು ಅನುಸರಿಸುತ್ತೇನೆ. ഹല്ലേലൂയ. ಹಲ್ಲೆಲೂಯ. ദൈവമക്കളെ, ದೇವರ ಮಕ್ಕಳೇ, ദൈവം പറയുന്നത്, ದೇವರು ಹೇಳುವಂತದೇನೆಂದರೆ അനുസരിച്ചാൽ ನಾವು ಅನುಸರಿಸಿ അനുഗ്രഹം നമ്മുടെ പുറകെ വരും. ಆಶೀರ್ವಾದ ನಮ್ಮ ಹಿಂದೆ ಬರುತ್ತದೆ. ಆಮೆನ್. ആമേൻ. അബ്രഹാം ദൈവത്തെ അനുസരിച്ചു. ಅಬ್ರಹಾಮನು ದೇವರಿಗೆ ವಿಧೇಯನಾದ. എല്ലാവർക്കും അനുഗ്രഹങ്ങൾ വേണം. ಎಲ್ಲರಿಗೂ ಸಹ ಈ ದಿನಗಳಲ್ಲಿ ಆಶೀರ್ವಾದ ಬೇಕು. എന്നാൽ പലർക്കും അറിയത്തില്ല അനുഗ്രഹത്തിന്റെ റൂട്ട്. ಆದರೆ ಅನೇಕರಿಗೆ ಗೊತ್ತಿಲ್ಲ ಆಶೀರ್ವಾದಂತ ಮಾರ್ಗ ಯಾವ ರೀತಿಯಲ್ಲಿ ಇದೆ. ഇന്ന് പിശാച് പലരെ അനുഗ്രഹിച്ചുകൊണ്ടിരിക്കുക. ಇವತ್ತು ಸೈತಾನನು ಸಹ ಅನೇಕರನ್ನು ಆಶೀರ್ವದಿಸುತ್ತಾನೆ. പക്ഷേ ഞാൻ ആ അനുഗ്രഹത്തെ കുറിച്ചല്ല പറഞ്ഞേ. ಆದರೆ ನಾನು ಆ ಆಶೀರ್ವಾದದ ಕುರಿತು ಹೇಳುತ್ತಿಲ್ಲ. ദൈവിക അനുഗ്രഹം പ്രാപിക്കണമെങ്കിൽ ನೀವು ದೇವರ ಆಶೀರ್ವಾದವನ್ನು ಹೊಂದಿಕೊಳ್ಳಬೇಕಾದರೆ നിങ്ങൾ ദൈവത്തെ അനുസരിക്കണം. ನೀವು ದೇವರ ಆಜ್ಞೆಗಳಿಗೆ ಕೈಗೊಂಡು ನಡೆಯಬೇಕು. അതാണ് കീ എന്ന് പറയുന്നത്. ಅದೇ ಆಗಿದೆ ಕೀ ಅಂತ ಹೇಳಿ. അനുസരണമാണ് അനുഗ്രഹത്തിന്റെ പടി എന്ന് പറയുന്നത്. ವಿಧೇಯತೆಯೇ ಆಶೀರ್ವಾದದ ಮಾರ್ಗ ಅಂತ ಹೇಳಿ ನಾನು ಹೇಳಬಹುದು. അബ്രഹാം ദൈവത്തെ അനുസരിച്ചോ? ಅಬ್ರಹಾಮನು ದೇವರಿಗೆ ವಿಧೇಯನಾದನ. അവൻ തനിക്കുള്ളതിനെ കൊടുക്കുവാനായി അവൻ ദൈവം ആവശ്യപ്പെട്ടപ്പോൾ ತನಗೆ ಇರುವುದನ್ನು ದೇವರಿಗೋಸ್ಕರವಾಗಿ ಕೊಡುವುದಕ್ಕಾಗಿ ಆತನ ಸಿದ್ಧನಾದಾಗ ഇല്ല എന്ന് പറഞ്ഞില്ല. ಇಲ್ಲ ಅಂತ ಹೇಳಿ ಆತನ ಹೇಳಲಿಲ್ಲ. യാഗം കഴിക്കാൻ പോകാൻ പറഞ്ഞപ്പോൾ അവൻ അവിടെ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചില്ല. ಯಜ್ಞವನ್ನು ಸಮರ್ಪಿಸುವುದಕ್ಕಾಗಿ ಹೋಗುವಾಗ ಆತನ ಯಾವುದೇ ರೀತಿಯ ಪ್ರಶ್ನೆಗಳನ್ನು ದೇವರಿಗೆ ಹಾಕಲಿಲ್ಲ. ക്വസ്റ്റ്യൻ ചെയ്യാതെ ദൈവത്തെ അനുസരിക്കുക. ಈ ಸಂಜೆ ವೇಳೆಯಲ್ಲಿ ದೇವರಿಗೆ ಪ್ರಶ್ನೆ ಹಾಕದೆ ನಾವು ದೇವರಿಗೆ ವಿಧೇಯರಾಗಿ ನಡೆಯಬೇಕು. ഹല്ലേലൂയ. ಹಲ್ಲೆಲೂಯ. മനുഷ്യപുത്രൻ വെളിപ്പെടുമ്പോൾ ಮನುಷ್ಯಕುಮಾರ ಪ್ರತ್ಯಕ್ಷನಾಗುವಾಗ വിശ്വാസം കണ്ടെത്തുമോ എന്ന് ನಂಬಿಕೆ ಉಳ್ಳವರು ಇದ್ದಾನೋ ಅಂತ ಹೇಳಿ ദൈവത്തിന്റെ വചനം ചോദിക്കുമ്പോൾ ದೇವರ ವಾಕ್ಯ ಹೇಳುತ್ತದೆ. അനേകರು വിശ്വാസം തള്ളി പറഞ്ഞു പോയിക്കൊണ്ടിരിക്കുകയാണ്. ಅನೇಕರು ಈ ಒಂದು ವಿಶ್ವಾಸ ನಂಬಿಕೆಯನ್ನು ತಳ್ಳಿ ಹಾಕಿ ಹೋಗುತ್ತಿದ್ದಾರೆ. ഒരിക്കലും യേശുവിനെ തള്ളി പറയുകയല്ല. ನಾವು ಯಾವ ಕಾರಣಕ್ಕೂ ಯೇಸು ಕ್ರಿಸ್ತನನ್ನು ತಳ್ಳಿ ಹಾಕಬಾರದು. പ്രവൃത്തി മൂലം യേശുവിനെ ത്യജിച്ചു കളയുകയാണ്. ಆದರೆ ನಮ್ಮ ಕಾರ್ಯದ ಮೂಲಕವಾಗಿ ನಾವು ಯೇಸು ಕ್ರಿಸ್ತನನ್ನು ತ್ಯಜಿಸಿ ಹೋಗುತ್ತಾ ಇದ್ದೇವೆ. ഹല്ലേലൂയ. ಹಲ್ಲೆಲೂಯ. പകൽക്കാലം ഞാൻ സ്നേഹത്തോടെ പറയട്ടെ, ಈ ಸಂಜೆ ವೇಳೆಯಲ್ಲಿ ನಾನು ನಿಮಗೆ ಒಂದು ನೆನಪು ಮಾಡುತ್ತೇನೆ. ഒരു വചനമേ കേട്ടുള്ളൂ. ನೀವು ಒಂದೇ ಒಂದು ವಾಕ್ಯವನ್ನು ಕೇಳಿದಿರಿ. ആ വചനം അനുസരിക്കുക. ಆ ವಾಕ್ಯವನ್ನು ನಾವು ಅನುಸರಿಸುವರಾಗಿರಬೇಕು. അതിനെന്നാ വേണം? ಹಾಗಾದ್ರೆ ಅದಕ್ಕೆ ಏನು ಬೇಕು? ദൈവത്തോട് കൃപ ചോദിക്കണം. ದೇವರ ಜೊತೆಯಲ್ಲಿ ಕೃಪೆ ಕೇಳಿಕೊಳ್ಳಬೇಕು. ആമേൻ. ആമേൻ. അത് ചിലപ്പോൾ പ്രയാസമാണ് നമ്മൾ ചിന്തിക്കാറുണ്ട്. ಕೆಲವೊಮ್ಮೆ ಅದು ಕಷ್ಟಕರ ಅಂತ ಹೇಳಿ ನಾವು ಯೋಚಿಸುತ್ತೇವೆ. ಅಲ್ಲ, അത് നമുക്ക് നൽകിയ പരിശുദ്ധാത്മാവ്,
ನಮಗೆ ಕೊಟ್ಟಿರುವಂತಹ ಪರಿಶುದ್ಧಾತ್ಮನು എന്നെ സഹായിക്കും. ನಮಗೆ ಸಹಾಯ ಮಾಡುತ್ತಾನೆ. അവൻ ജയകരമായ ഒരു ക്രിസ്തീയ ജീവിതം നയിക്കാൻ. ജയകരವಾದಂತಹ ಜೀವಿತವನ್ನು ನಡೆಸುವುದಕ್ಕೆ യേശു പറഞ്ഞു, യേശು ಹೇಳಿದನು, ഞാൻ നിങ്ങളോട് കൽപ്പിച്ചതൊക്കെ നിങ്ങൾ പ്രമാണിക്കണം. ನಾನು ನಿಮಗೆ ಆಜ್ಞಾಪಿಸುವುದನ್ನೆಲ್ಲ ನೀವು ಕಾಪಾಡಿಕೊಳ್ಳಬೇಕು. എങ്കിൽ മാത്രമേ നിങ്ങൾ ശിഷ്യരാകത്തുള്ളൂ. ಆಗ ಮಾತ್ರವೇ ನೀವು ನನ್ನ ಶಿಷ್ಯರಾಗುವಿರಿ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവിന്റെ ശിഷ്യന്മാരായി മാറണമെങ്കിൽ ദൈവിക അനുസരണം നമ്മളിൽ വെളിപ്പെടണം. ಯೇಸು ಕ್ರಿಸ್ತನ ಶಿಷ್ಯರಾಗಿ ಆಗಬೇಕಾದರೆ ನಾವು ನಮಗೆ ದೇವರ ಆಜ್ಞೆಗಳಿಗೆ ವಿಧೇಯರಾಗಿ ನಡೆಯಲೇಬೇಕು. ഹല്ലേലൂയ, ಹಲ್ಲೆಲೂಯ. നമുക്ക് ഒരുമിച്ച് കർത്താവിനോട് പ്രാർത്ഥിക്കാം. ನಾವು ಒಂದಾಗಿ ಸೇರಿ ಈ ಸಮಯದಲ್ಲಿ ಪ್ರಾರ್ಥಿಸೋಣ. കർത്താവേ, ಕರ್ತನೇ, എനിക്ക് ನನಗೆ അങ്ങേ അനുസരിപ്പാനുള്ള, ನಿನಗೆ ಅನುಸರಿಸು ಅಂದ್ರೆ ಆಜ್ಞೆ, ನಿನಗೆ ವಿಧೇಯನಾಗಿ ನಡೆಯುವ ಹಾಗೆ ഒരു ഹൃദയം നൽകണമേ. ನನಗೆ ಹೃದಯವನ್ನು ದಯಪಾಲಿಸು. ഒന്ന്, ഭയപ്പെടുവാനുള്ള ഹൃദയം. ಒಂದನೇದಾಗಿ ಭಯಪಡುವಂತ ಒಂದು ಹೃದಯ. രണ്ട്, ಎರಡನೇದಾಗಿ അനുസരിക്കാനുള്ള ഹൃദയം. ಅನುಸರಿಸಿಕೊಂಡು ಹೋಗುವಂತ ಹೃದಯ, ವಿಧೇಯನಾಗುವಂತ ಒಂದು ಹೃದಯ. ആമേൻ, ಆಮೆನ್. എത്ര അനുഗ്രഹിക്കപ്പെട്ട സന്ദേശമാ, ಎಷ್ಟು ಆಶೀರ್ವದಿಸಲ್ಪಟ್ಟಂತ ಸಂದೇಶ. ഹല്ലേലൂയ, ಹಲ್ಲೆಲೂಯ. എല്ലാറ്റിന്റെ സാരം കേൾക്കുക. ಎಲ್ಲರ ಆ ಒಂದು ഇത് എല്ലാവരും അറിയണം. ಇದನ್ನು ಎಲ್ಲರೂ ತಿಳಿದುಕೊಳ್ಳಬೇಕು. ആമേ, സഭാപ്രസംഗി അങ്ങനെയാണ് പറയുന്നത്. ಪರಮಗೀತದಲ್ಲಿ ಪ್ರಸಂಗಿಯಲ್ಲಿ ನಾವು ಈ ರೀತಿಯಲ್ಲಿ ಓದುತ್ತೇವೆ, അതാകുന്നു സകല മനുഷ്യർക്കും വേണ്ടത്. ಎಲ್ಲ ಮನುಷ್ಯರಿಗೆ ಇದೇ ಬೇಕಾಗಿದೆ. എല്ലാ മനുഷ്യരും ഇത് കേൾക്കണമെന്നാണ് ദൈവം ആഗ്രഹിക്കുന്നത്. ಎಲ್ಲ ಮನುಷ್ಯನು ಇದನ್ನು ಕೇಳಬೇಕು ಅಂತ ಹೇಳಿ ಆತನು ಬಯಸುತ್ತಾನೆ. മനുഷ്യൻ എല്ലാവരെയും നോക്കണം. മനുഷ്യൻ കൊന്നും മോഷ്ടിച്ചും ಮನುಷ್ಯನು ಕೊಂದಾಕಿದನು, ಕದ್ದುಕೊಂಡನು, എന്തെല്ലാം നമ്മുടെ സമൂഹത്തിൽ നടക്കുന്നത്. ಏನೆಲ್ಲ ನಮ್ಮ ಸಮೂಹದಲ್ಲಿ ನಡೀತಾ ಇದೆ. മറ്റുള്ളവരുടെ സമ്പത്ത് മേടിക്കാനായിട്ട് കൊല്ലുക, ಬೇರೆಯವರ ಸಂಪತ್ತನ್ನು ನಾವು ಆಕ್ರಮಿಸಿಕೊಳ್ಳುವುದಕ್ಕಾಗಿ ಅವರನ್ನು ಕೊಲೆ ಮಾಡುತ್ತಾರೆ. എന്തെല്ലാം അനീതിയാ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ಎಲ್ಲ ಅನೀತಿಗಳನ್ನು ಮಾಡುತ್ತಾರೆ. എനിക്ക് ഇതൊക്കെ കാണുമ്പോൾ ഞാൻ പലപ്പോഴും ചിരിക്കാറുണ്ട്. ಇದನ್ನೆಲ್ಲವನ್ನು ಕಾಣುವಾಗ ನನಗೆ ನಗು ಬರ್ತದೆ. ഇതെല്ലാം ഒരു ദിവസം തമ്പുരാൻ അവിടെ കൊണ്ടുവരും. ಒಂದು ದಿನ ಇದೆಲ್ಲವನ್ನು ಬಿಟ್ಟು ನಾವು ಅಲ್ಲಿ ಹೋಗ್ಬೇಕಲ್ವಾ? എല്ലാവരും ಎಲ್ಲರೂ വരുമോ? ಎಲ್ಲರೂ ಅಲ್ಲಿ ಬರ್ತಾರಾ? ಬರ್ತಾರಾ ನ್ಯಾಯ ತೀರ್ಪಿಗೆ? വരത്തില്ലയോ? ಬರುದಿಲ್ವಾ? ಬರ್ತಾರೆ. ഞാൻ വായിക്കാം. നിങ്ങൾക്ക് സംശയം ഉണ്ടെങ്കിൽ ഞാനൊരു വേദഭാഗം വായിക്കാം. ഈ ടി വി കൂടെ ഒത്തിരി പേര് കണ്ടോണ്ടിരിക്കുക, അവരെങ്കിലും കേൾക്കട്ടെ. ನಿಮಗೆ ಸಂಶಯ ಇರುವುದಾದರೆ ನಿಮಗೋಸ್ಕರವಾಗಿ ಒಂದು ವಾಕ್ಯವನ್ನು ಓದುತ್ತೇನೆ. ಟಿವಿಯಲ್ಲಿ ಸಹ ನಮ್ಮನ್ನು ವೀಕ್ಷಿಸುತ್ತಾ ಇದ್ದಾರೆ. വെളിപ്പാട് പുസ്തകം ಪ್ರಕಟಣೆ ಪುಸ್ತಕ അതിന്റെ 19-ാം അധ്യായം, ಅದರ 19ನೇ ಅಧ್ಯಾಯ, 20-ാം അധ്യായം, ಕ್ಷಮಿಸಿ 20ನೇ ಅಧ್ಯಾಯ, അതിന്റെ 12-ാമത്തെ വാക്യം, ಅದರ 12ನೇ ವಚನ ഞാൻ വായിക്കാം. ನಾನು ಓದ್ತೇನೆ. മരിച്ചവർ ആബാലവൃദ്ധം സിംഹാസനത്തിലെ മുമ്പിൽ നിൽക്കുന്നത് കണ്ടു. ಇದಲ್ಲದೆ ಸತ್ತವರಾದ ದೊಡ್ಡವರು ಚಿಕ್ಕವರು ಸಿಂಹಾಸನ ಮುಂದೆ ನಿಂತಿರುವುದನ್ನು ಕಂಡೆನು. മരിച്ചവരെല്ലാരും എവിടെ വന്നു? ಹಾಗಾದರೆ ಸತ್ತವರೆಲ್ಲರೂ ಎಲ್ಲಿ ಬಂದರು? സിംഹാസനത്തിന്റെ മുമ്പിൽ വന്നു. ಸಿಂಹಾಸನದ ಮುಂದಕ್ಕೆ ಬಂದರು. മരിച്ചവർ സിംഹാസനത്തിന്റെ മുമ്പിൽ വരണം. ಸತ್ತವರು ಎಲ್ಲರೂ ಸಹ ಸಿಂಹಾಸನದ ಮುಂದೆ ಬರಲೇಬೇಕು. ഹല്ലേലൂയ, ಹಲ್ಲೆಲೂಯ. എല്ലാ പുള്ളികളും അവിടെ വരണം. ಎಲ್ಲರೂ ಸಹ ಅಲ್ಲಿ ಬರಬೇಕು. പാസ്റ്ററും വരണം. ಸಭಾಪಾಲಕರು ಬರಬೇಕು. എന്റെ കാര്യം കൂടെ പറഞ്ഞേ. ನನ್ನ ಕಾರ್ಯವನ್ನು ಕುರಿತು ಸಹ ನಾನು ಹೇಳ್ತಾ ಇದ್ದೇನೆ. ಪ್ರೆಸಿಡೆಂಟು ಬರಬೇಕು, ಪ್ರಧಾನಮಂತ್ರಿಯು ಎಲ್ಲರೂ ಆತನ ಸಿಂಹಾಸನದ ಮುಂದೆ ಬರಲೇಬೇಕು. പറയണേ, എല്ലാരോടും ഒന്ന് പറയണേ. ನೀವೆಲ್ಲರಿಗೆ ಹೋಗಿ ಹೇಳ್ಬೇಕಾಯ್ತಾ? ഒരു ദിവസം എല്ലാം അങ്ങ് വരണോന്ന് പറയണേ. ಹೇಳ್ಬೇಕು, ಎಲ್ಲರೂ ಒಂದು ದಿನ ಅಲ್ಲಿ ಭೇಟಿ ಆಗ್ಲಿಕ್ಕೆ. ഇപ്പൊ ആലയത്തിൽ വന്നില്ലേലും അങ്ങ് അന്ന് വരണേ. അന്ന് ഞങ്ങളൊന്നും വിളിക്കത്തില്ല, നിങ്ങളെ കൊണ്ടുവരും. ಇವತ್ತು ಆಲಯಕ್ಕೆ ಅನೇಕರು ಬರದಿದ್ದು ಸಹ ಅವತ್ತು ಆ ಸಿಂಹಾಸನದ ಮುಂದೆ ನಾವು ಕರೀಲಿಲ್ಲ ಸಹ ಎಲ್ಲರೂ ಸಹ ಅಲ್ಲಿ ಬರಲಿ. ಸತ್ತವರು, ಸಕಲ ದೊಡ್ಡವರು ಚಿಕ್ಕವರು സിംഹാസനത്തിന്റെ മുമ്പിൽ നിൽക്കുന്നത് കണ്ടു. ಸಿಂಹಾಸನದ ಮುಂದೆ ನಿಂತಿರುವುದನ್ನು ಕಂಡೆನು. ഇതെല്ലാവരും കേൾക്കണമെന്ന് പറഞ്ഞതിന്റെ കാര്യം എന്നാ? ಇದು ಎಲ್ಲರೂ ಕೇಳಬೇಕು ಅಂತ ಹೇಳುವುದಕ್ಕೆ ಕಾರಣವೇನು? ഈ സുവിശേഷം എല്ലാവരും അറിയണമെന്ന് പറയുന്നതിന്റെ കാരണം എന്താ? ಈ ಸುವಾರ್ತೆ ಎಲ್ಲರಿಗೂ ತಿಳಿಸಬೇಕು ಅಂತ ಹೇಳುವಂತ ಕಾರಣವೇನು? എല്ലാവരും രക്ഷിക്കപ്പെടണമെന്നാണ് ദൈവം ആഗ്രഹിക്കുന്നത്. ಎಲ್ಲರೂ ಸಹ ರಕ್ಷಣೆಗೆ ಬರಬೇಕು ಅಂತ ಹೇಳುವಂತದೇ ದೇವರ ಚಿತ್ತ. രക്ഷിക്കപ്പെട്ടില്ലെങ്കിൽ, ರಕ್ಷಣೆ ಹೊಂದದೇ ಇದ್ದರೆ, ഈ രക്ഷ പ്രാപിച്ചില്ലെങ്കിലും, ഈ രക്ഷಣೆಯನ್ನು ಹೊಂದಿಕೊಳ್ಳದೇ ಇದ್ದರೆ, കുഴപ്പമില്ല എനിക്ക് ಆ ವಿಶ್ವಾಸ ಮതി എന്ന് പറഞ്ഞ് പോയാലും ಸಮಸ್ಯೆ ಇಲ್ಲ ನನಗಿರುವಂತ ನಂಬಿಕೆ ಸಾಕು ಅಂತ ಹೇಳಿ ಇಲ್ಲಿ ಸತ್ತು ಅಲ್ಲಿ ಹೋದ್ರೆ നീ അവിടെ വരണം. ನೀ ಅಲ್ಲಿ ಬರಲೇಬೇಕು. ഹല്ലേലൂയ, ഹല്ലേലൂയ. വാക്യങ്ങളൊന്ന് ഞാൻ വായിക്കട്ടെ. ജീവന്റെ പുസ്തകം എന്ന മറ്റൊരു പുസ്തകം തുറന്നു. ಆಗ ಪುಸ್ತಕಗಳು ತೆರೆಯಲ್ಪಟ್ಟವು.
ആമേൻ ജീവന്റെ പുസ്തകം എന്ന മറ്റൊരു പുസ്തകം തുറന്നു. ಮತ್ತು ಜೀವಬಾಧ್ಯರ ಪಟ್ಟಿ ಎಂಬ ಇನ್ನೊಂದು ಪುಸ್ತಕವು പുസ്തകങ്ങൾ എഴുതിയിരിക്കുന്നതിനൊത്തവണ്ണം മരിച്ചവർക്ക് അവരുടെ പ്രവർത്തികൾക്കടുത്ത് ന്യായവിധി ഉണ്ടായി. ಆ ಪುಸ್ತಕಗಳಲ್ಲಿ ಬರೆದಿದ್ದ ಸಂಗತಿಗಳ ಆಧಾರದಿಂದ ಅವರವರ ಕೃತ್ಯಗಳ ಪ್ರಕಾರ നമ്മൾ ചെയ്യുന്ന പ്രവർത്തിക്ക് അനുസരിച്ച് എന്നാ ഉണ്ട്? ಹಾಗಾದ್ರೆ ನಾವು ಮಾಡುವಂತ ಕೃತ್ಯಗಳಿಗೆ ಏನಿದೆ? ന്യായ തീർപ്പിದೆ. ആമേൻ ಆಮೆನ್. ഹല്ലേലൂയ. ಹಲ್ಲೆಲೂಯಾ. സമുദ്രം തന്നിലുള്ള മരിച്ചവരെ ഏൽപ്പിച്ചു കൊടുത്തു. ಸಮುದ್ರವು ತನ್ನೊಳಗಿದ್ದ ಸತ್ತವರನ್ನು ಒಪ್ಪಿಸಿತು. മരണവും പാതാളവും തങ്ങളിലുള്ള മരിച്ചവരെ ഏൽപ്പിച്ചു കൊടുത്തു. ಮೃತ್ಯುವು ಪಾತಾಳವು ತಮ್ಮ ವಶದಲ್ಲಿದ್ದ ಸತ್ತವರನ್ನು ಒಪ್ಪಿಸಿದವು. ഓരോരുത്തന് അവനവന്റെ പ്രവൃത്തികൾക്ക് അടുത്ത വിധിയുണ്ടായി. ಅವರಲ್ಲಿ ಪ್ರತಿಯೊಬ್ಬನಿಗೆ ಅವನವನ ಕೃತ್ಯಗಳ ಪ್ರಕಾರ ನ್ಯಾಯ ತೀರ್ಪಾಯಿತು. എനിക്ക് ഉള്ളത് അല്ല എലിസബത്ത് സിസ്റ്റർക്ക് ഉള്ളത്. ಹಾಗಾದ್ರೆ ನನಗೆ ಇರುವಂತದಲ್ಲ, ಎಲಿಸಬೆತ್ ಸಿಸ್ಟರ್ಗೆ ಇರುವಂತದ್ದು. ഹല്ലേലൂയ. ഹല്ലേലൂയ. ഇനി നിങ്ങൾ തിരിച്ച് നമ്മൾ വായിച്ച സഭാപ്രസംഗി ആ വാക്യത്തില് 14 വാക്യം ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്. ಪುನಃ ಪ್ರಸಂಗಿ ಪುಸ್ತಕದ 12ನೇ ಅಧ್ಯಾಯದ 14ನೇ ವಚನ ನಾವು ಈ ರೀತಿ ದೇವರು തീയതും ಒಳ್ಳೆಯದಕ್ಕಾಗಲಿ ಕೆಟ್ಟದಕ್ಕಾಗಲಿ ദൈവം നല്ലതും ದೇವರು ಒಳ್ಳೆಯದು തീയതുമായ ಕೆಟ್ಟದುಗಳಾದ സകല പ്രവൃത്തിയെയും ಸಕಲ ರಹಸ್ಯ ಸಂಗತಿಗಳನ್ನು അന്നേരം നല്ല പ്രവൃത്തിയെയും ಒಳ್ಳೆ ಕಾರ್ಯಗಳನ್ನು ചീത്ത പ്രവൃത്തിയെയും ಕೆಟ್ಟ ಕಾರ್ಯಗಳನ್ನು ആമേൻ ಆಮೆನ್. നല്ലതും അവിടെ വരുമോ? ಒಳ್ಳೆಯದು ಅಲ್ಲಿ ಬರ್ತದೆ. ഹല്ലേലൂയ. ಹಲ್ಲೆಲೂಯಾ. അതിന്റെ കൂടെ ಅದರ ಜೊತೆಯಲ್ಲಿ തീയതുമായ പ്രവൃത്തി ಕೆಟ್ಟದು ಸಹ ಅದರಲ್ಲಿ ಅಲ್ಲಿ ಬರ್ತದೆ. എങ്ങനെയാ വരാൻ പോന്നെ? ಹೇಗೆ ಬರ್ತದೆ? സകല രഹസ്യങ്ങളുമായി ಸಕಲ ರಹಸ್ಯ ಸಂಗತಿಗಳನ್ನು ವಿಮರ್ಶಿಸುವ. എന്നെ ഈ ടിവിയിൽ കൂടി കണ്ടുകൊണ്ടിരിക്കുന്ന പ്രിയ സഹോദരങ്ങളെ, ನಮ್ಮನ್ನು ಟಿವಿಯ ಮೂಲಕವಾಗಿ ವೀಕ್ಷಿಸುತ್ತಿರುವಂತಹ ಪ್ರಿಯ ಸಹೋದರ ಸಹೋದರಿ, ನಾನು ಬಹಳ ಪ್ರೀತಿಯಿಂದ ನಿಮಗೆ ಹೇಳುವುದೇನೆಂದರೆ സകല രഹസ്യങ്ങളെ വെളിപ്പെടുത്തുന്ന ഒരു ദൈവമുണ്ട്. ಸಕಲ ರಹಸ್ಯಗಳನ್ನು ಪ್ರಕಟಪಡಿಸುವಂತ ಒಂದು ದೇವರಿದ್ದಾನೆ. നിങ്ങൾക്ക് എല്ലാ സമയവും എല്ലാവരെയും മറച്ചു വെക്കാൻ പറ്റത്തില്ല. ಎಲ್ಲಾ ಸಮಯಗಳಲ್ಲಿ ಎಲ್ಲವನ್ನು ಮರೆಮಾಚಿ ಇಡಲು ಸಾಧ್ಯವೇ ಇಲ್ಲ. ഇവിടുത്തെ ഭരണകൂടത്തെ നിങ്ങൾക്ക് മറയ്ക്കുവാൻ കഴിയും. ಇಲ್ಲಿರುವಂತ ಕಣ್ಣುಗಳಿಗೆ ಮರೆಮಾಚಬಹುದು. ഇവിടുത്തെ ആത്മീയ നേതൃത്വങ്ങളെ നിങ്ങൾക്ക് മറയ്ക്കുവാൻ കഴിയും. ಇಲ್ಲಿರುವಂತದೇ ಆತ್ಮಗಳಿಗೆ ಕೆಲವೊಂದನ್ನು ಮರೆಮಾಚಬಹುದು. സകല രഹസ്യങ്ങളെയും ಸಕಲ ರಹಸ್ಯಗಳನ್ನು ക്രിസ്തുവിന്റെ ന്യായാസനത്തിൽ കൊണ്ടുവരുമെന്നുള്ളത് ಕ್ರಿಸ್ತನ ಸಿಂಹಾಸನ ಮುಂದೆ ತಂದೆ ತರಬೇಕು. മകൾ നിങ്ങൾ തിരിച്ചറിയുക. ಅದನ್ನು ನೀವು ಸರಿಯಾಗಿ ತಿಳಿದುಕೊಳ್ಳಿರಿ. ഹല്ലേലൂയ. ಹಲ್ಲೆಲೂಯಾ. എവിടെ കൊണ്ടുവരും? ಎಲ್ಲಿ ಬರುತ್ತದೆ? ന്യായവിസ്താരത്തിലേക്ക് കൊണ്ടുവരും. ನ್ಯಾಯ ವಿಚಾರಣೆಗೆ ಬರುತ್ತದೆ. നല്ലതും വരും, ಒಳ್ಳೆಯದು ಬರುತ್ತದೆ, തീയതും വരും. ಕೆಟ್ಟದು ಬರುತ್ತದೆ. എങ്ങനെയാ വരുന്നത്? ಹೇಗೆ ಬರುತ್ತದೆ? സകല ರಹಸ್ಯ ಸಂಗತಿಗಳನ್ನು ವಿಮರ್ಶಿಸುವ. സകല രഹസ്യങ്ങൾ ಸಕಲ ರಹಸ್ಯ ಸಂಗತಿಗಳನ್ನು സകല രഹസ്യങ്ങളുമായി ಸಕಲ ರಹಸ್ಯಗಳಾಗಿ എവിടെ വരും? ಎಲ್ಲಿ ಬರ್ತದೆ? ന്യായവിസ്താരത്തിലേക്ക്, ನ್ಯಾಯ ವಿಚಾರಣೆಗೆ. ചിലര് പറയും ഇത് പഴയ നിയമ പുസ്തകത്തിന്റെ, ಕೆಲವೊಬ್ರು ಹೇಳುತ್ತಾರೆ ಇದು ಹಳೆ ಒಡಂಬಡಿಕೆ ಪುಸ್ತಕ, പഴയ നിയമ പുസ്തകത്തിലെ വാക്യമല്ലേ, ಇದು ಬರ್ದಿರುವಂತದ್ದು ಓದುವಂತದ್ದು ಹಳೆ ಪುಸ್ತಕ, ഇത് പഴയ നിയമത്തിലെ വാക്യം തന്നെയാ, ಇದು ಹಳೆ ಒಡಂಬಡಿಕೆ ವಾಕ್ಯ. പക്ഷേ ഇന്ന് നീ തിരിച്ചറിയണം, ಆದರೆ ನೀನು ಇವತ್ತು ಸರಿಯಾಗಿ ತಿಳಿದುಕೊಳ್ಳಬೇಕು, മാറ്റമില്ലാത്ത ദൈവത്തിന്റെ വചനമാണെങ്കിൽ, ಬದಲಾವಣೆ ಇಲ್ಲದಿರುವಂತಹ ದೇವರ ವಾಕ್ಯವಾಗಿದೆ. നീ പുതിയ നിയമത്തിൽ മാത്രമുള്ളത് വിശ്വസിച്ചാലും ನೀನು ಹೊಸ ಒಡಂಬಡಿಕೆಯಲ್ಲಿ ಇರುವಂತದ್ದನ್ನು ദൈവത്തിന്റെ ഹൃദയത്തിൽ കിടക്കുന്ന വിഷയമാണ്. ಇದು ದೇವರ ಹೃದಯದಲ್ಲಿರುವಂತಹ ವಿಷಯವಾಗಿದೆ. ഇത് നീ അറിയാതെ പോകരുത്, ಇದನ್ನು ತಿಳಿದುಕೊಳ್ಳದೆ ನೀವು ಹೋಗಬಾರದು. അറിയാതെ നിന്റെ ക്രിസ്തീയ ജീവിതം നയിക്കരുത്. ಇದನ್ನು ತಿಳಿದುಕೊಳ್ಳದೆ ಕ್ರಿಸ್ತನ ಜೀವಿತವನ್ನು ನೀನು ಜೀವಿಸಬಾರದು. നിന്നെ സ്നേഹിക്കുന്നത് കൊണ്ടാണ് ഇത് പറയുന്നത്. ನಾನು ಯೇಸು ಕ್ರಿಸ್ತನನ್ನು ಪ್ರೀತಿಸುವ ನಿಮಿತ್ತವಾಗಿ ನಾನು ನಿಮಗೆ ಹೇಳುತ್ತಿದ್ದೇನೆ. എന്റെ വാക്കുകളെ ഞാൻ ഇവിടെ അവസാനിപ്പിക്കാൻ പോകുന്നു. ನನ್ನ ಮಾತುಗಳನ್ನು ಎಲ್ಲಿಗೆ ನಾನು ನಿಲ್ಲಿಸಲು ಇಷ್ಟಪಡುತ್ತೇನೆ. എന്താണ് ദൈവം ആഗ്രഹിക്കുന്നത്? ಹಾಗಾದ್ರೆ ಏನು ನಮ್ಮಿಂದ ದೇವರು ಇಷ್ಟಪಡುತ್ತಾನೆ? എല്ലാറ്റിന്റെ സാരം നീ കേൾക്കുക. ಎಲ್ಲದರ ಆ ವಿಷಯವನ್ನು ನೀನು ಕೇಳು. എല്ലാറ്റിന്റെയും ಎಲ್ಲವುದರ the ultimate ಎಲ್ಲ ವಿಷಯಗಳಲ್ಲಿಯೂ സംഭവം നീ തിരിച്ചറിയണം. ಆ ಮುಕ್ತಾಯವನ್ನು ನೀನು ತಿಳಿದುಕೊಳ್ಳಬೇಕು. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ಒಂದನೇದಾಗಿ ദൈവത്തെ പറഞ്ഞ ദൈവത്തെ ದೇವರಿಗೆ ഭയപ്പെടണം. ಆಗಿರಬೇಕು. ಎರಡನೇದಾಗಿ ദൈവത്തിന്റെ കൽപ്പനകളെ ದೇವರ ಆಜ್ಞೆಗಳಿಗೆ ಕೈಗೊಳ್ಳುವವರಾಗಿರಬೇಕು, അനുസരിക്കണം. ಕೈಗೊಳ್ಳುವವರಾಗಿರಬೇಕು.
ആരെല്ലാം ചെയ്യണം? ಯಾರೆಲ್ಲ ಮಾಡಬೇಕು? എല്ലാവരും അത് ചെയ്യണം. ಎಲ್ಲರೂ ಅದನ್ನು ಮಾಡಬೇಕು. അത് ചെയ്തില്ലെങ്കിൽ എന്നാ സംഭവിക്കും? ಮಾಡದಿದ್ದರೆ ಏನುಂಟಾಗುತ್ತದೆ? എല്ലാവരും ക്രിസ്തുവിന്റെ ന്യായാസനത്തിലേക്ക് കൊണ്ടുവരും. ಎಲ್ಲರೂ ಸಹ ಕ್ರಿಸ್ತನ ನ್ಯಾಯಾಸನದ ಮುಂದೆ ಬರಲೇಬೇಕು. മത്തായി സുവിശേഷത്തിൽ ഇങ്ങനെയാണ് പറയുന്നത്. ಮತ್ತಾಯನ ಸುವಾರ್ತೆಯಲ್ಲಿ ನಾವು അവൻ തേജസ്സിന്റെ സിംഹാസനത്തിൽ ഇരുന്നു കൊണ്ട്, ಆತನು ತೇಜಸ್ಸಿನ ಬಿಳಿ ಸಿಂಹಾಸನದ ಮೇಲೆ ಕುಳಿತುಕೊಂಡು, അവൻ വലത്തും ഇടത്തും എന്ന രണ്ട് കൂട്ടരെ നമുക്ക് അവിടെ കാണുവാൻ കഴിയും. ಬಲಗಡೆ ಎಡಗಡೆ ಎರಡು ಕೂಟಗಳನ್ನು ನಾವು ನೋಡಬಹುದು. ഒന്ന് നിത്യതയിലേക്കും ಒಂದು ನಿತ್ಯತ್ವಕ್ಕೂ, ഒന്ന് നിത്യ നരകത്തിലേക്കും പോകുമ്പോൾ, ನಿತ್ಯ ನರಕಕ್ಕೆ ಹೋಗುವಾಗ പകൽ ദൈവം നിങ്ങളെ വിളിച്ചിരിക്കുന്നത് ಸಂಜೆ ವೇಳೆಯಲ್ಲಿ ದೇವರು ನಿಮ್ಮನ್ನು നിത്യതയിലേക്ക് യാത്ര ചെയ്യുവാനാണ്. ನಿತ್ಯತ್ವದ ಯಾತ್ರೆಯನ್ನು ഈ യാത്രയിൽ നിങ്ങൾ ദൈവത്തെ ഭയപ്പെടണം. ಈ ಯಾತ್ರೆಯಲ್ಲಿ ನೀವು ದೇವರಿಗೆ ഈ ಭಯಪಡುವವರಾಗಿರಬೇಕು. യാത്രയിൽ നിങ്ങൾ ദൈവത്തിന്റെ കൽപ്പനകൾ അനുസരിക്കണം. ಈ ಯಾತ್ರೆಯಲ್ಲಿ ನೀವು ದೇವರ ಆಜ್ಞೆಗಳಿಗೆ ಅನುಸರಿಸಿ ഇത് ನಡೆಯಬೇಕು. ദൈവത്തിന്റെ വചനമാണ് എന്ന് വിശ്വസിക്കുന്നുവെങ്കിൽ, ಇದು ದೇವರ ವಾಕ್ಯ ಅಂತ ಹೇಳಿ ನೀವು ನಂಬುದಾದರೆ, ഇത് നിങ്ങൾക്ക് നൽകിയത് വെറും വായിക്കുവാൻ വേണ്ടി മാത്രമല്ല, ಇದು ಕೇವಲ ನಿಮಗೆ ಸಿಕ್ಕಿರುವಂತದ್ದು ಓದುವುದಕ್ಕಾಗಿ ಮಾತ್ರವಲ್ಲ, ഇത് അനുസരിക്കുവാൻ കൂടി വേണ്ടിയാണ്. ಇದನ್ನು ಅನುಸರಿಸುವವರಾಗಿರಬೇಕು, അതിനായി ദൈവം നിങ്ങളെ വിളിക്കുക. ಅದಕ್ಕೋಸ್ಕರವಾಗಿ ದೇವರು ನಿಮ್ಮನ್ನು വാക്കുകളെ അവസാനിപ്പിക്കാൻ ನಾನು ಇಲ್ಲಿ ನನ್ನ ಮಾತುಗಳನ್ನು ನಿಲ್ಲಿಸುತ್ತೇನೆ. ടിവിയിൽ കൂടി എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ടവരോട് ഞാൻ പറയുന്നു, ಈ ಟಿವಿಯ ಮೂಲಕವಾಗಿ ನಮ್ಮನ್ನು ವೀಕ್ಷಿಸುತ್ತಿರುವವರನ್ನು ದೇವರು ನಿಮ್ಮನ್ನು ಪ್ರೀತಿಸುತ್ತಾನೆ. ഇപ്പോഴാണ് സുപ്രസാദ കാലം, ಈಗಲೇ ಸುಪ್ರಸದೆಯ ಕಾಲ, ഇപ്പോഴാണ് രക്ഷാ ദിവസം. ಇವತ್ತೇ ರಕ್ಷಣೆಯ ದಿನ. ഇന്ന് പകൽ രക്ഷിക്കപ്പെടുവാൻ ദൈവം നിന്നെ വിളിക്കുകയാണ്. ಈ ಸಂಜೆ ವೇಳೆಯಲ್ಲಿ ರಕ್ಷಣೆಗೆ സഹോദര, മനുഷ്യന്റെ പാപത്തിനു വേണ്ടി, ಸಹೋದರನೇ, ಮನುಷ್ಯನ ಪಾಪಕ್ಕೋಸ್ಕರವಾಗಿ അവൻ ഈ ഭൂമിയിലേക്ക് ഇറങ്ങി വന്ന ಆತನು ಈ ಭೂಮಿಗೆ ಇಳಿದು ಬಂದು ആ നല്ല കർത്താവായ യേശുവിനെ ಆ ಒಳ್ಳೆ ಕರ್ತನಾದಂತ നീ ಯೇಸುವನ್ನು ഹൃദയത്തിൽ സ്വീകരിക്കുക. ಈ ಹೃದಯದಲ್ಲಿ ಸ್ವೀಕರಿಸು. അവന്റെ മരണം ಆತನ ಮರಣ നിന്റെ പാപത്തിന്റെ പരിഹാരമായി ನಿನ್ನ മാറിയിരിക്കുമ്പോൾ, ಪಾಪದ ಪರಿಹಾರವಾಗಿ അവന്റെ രക്തം ಆತನ ರಕ್ತ അവൻ സകല പാപത്തെ ಸಕಲ ശുദ്ധീകരിക്കുമ്പോൾ, ಪಾಪವನ್ನು നീ ಪರಿಶುದ್ಧಪಡಿಸುತ್ತದೆ. ശുദ്ധീകരിക്കപ്പെട്ടവനായി ನೀ ಶುದ್ಧೀಕರಿಸಲ್ಪಟ್ಟವನಾಗಿ ക്രിസ്തു ഒരുക്കിയിരിക്കുന്ന ಕ್ರಿಸ್ತನು ಸಿದ್ಧ ಮಾಡಿಟ್ಟಿರುವ നിത്യതയിലേക്ക് പോകുക ദൈവം നിന്നെ വിളിക്കുകയാണ്. ನಿತ್ಯತ್ವಕ್ಕೆ ಹೋಗುವುದಕ್ಕಾಗಿ ದೇವರು ನಿನ್ನನ್ನು വിശ്വസിക്കുന്നുവെങ്കിൽ, ಕರೆದಿದ್ದಾನೆ. ನೀ ನಂಬುವುದಾದರೆ നീ പ്രാർത്ഥിക്കുക ഇപ്പോൾ തന്നെ, ಪ್ರಾರ್ಥಿಸು ಈಗಲೇ. യേശുവേ, ಯೇಸುವೇ, എന്റെ ഹൃദയത്തിലേക്ക് വരണമേ. ನನ್ನ ಹೃದಯಕ್ಕೆ ನೀನು ಬಾ. ഞാൻ പാപിയായ ഒരു വ്യക്തിയാണ്. ಪಾಪಿಯಾದಂತ ವ್ಯಕ್ತಿ. 2000 വർഷങ്ങൾക്ക് മുമ്പ് 2000 ವರ್ಷಗಳಿಗೆ എന്റെ പാപങ്ങൾക്ക് വേണ്ടി ನನ್ನ ಪಾಪಕ್ಕೋಸ್ಕರವಾಗಿ നീ മരിച്ചു, ನೀ ಸತ್ತಿ, അടക്കപ്പെട്ടു, ನೀ ಉಣಲ್ಪಟ್ಟಿ, ഉയർത്തെഴുന്നേറ്റു, ನೀ ಎದ್ದು ಬಂದು ഇന്നും സ്വർഗത്തിൽ ജീവിക്കുന്നു. ಇವತ್ತು ಸಹ ಸ್ವರ್ಗದಲ್ಲಿ ഇന്നും ಜೀವಿಸುತ್ತಿದ್ದೀಯ. എനിക്ക് വേണ്ടി ജീവിക്കുന്നു. ಇವತ್ತು ನನಗೋಸ್ಕರವಾಗಿ ആ ಜೀವಿಸುತ್ತಿದ್ದೀಯ. യേശുവിനെ ಆ ಯೇಸುವನ್ನು എന്റെ കർത്താവും ನನ್ನ ಕರ್ತನು രക്ഷിതാവുമായി ರಕ್ಷಕನು ಹಾಗೆ ഞാൻ സ്വീകരിക്കുന്നു. ನಾನು ಸ್ವೀಕರಿಸುತ್ತೇನೆ. നീ എന്റെ പ്രാർത്ഥന കേട്ടതിനായി ನೀ ನನ್ನ സ്തോത്രം. ಪ್ರಾರ್ಥನೆಯನ್ನು നീ ಕೇಳಿದಕ್ಕಾಗಿ എന്നെ ಸ್ತೋತ್ರ. മകനായി അംഗീകരിച്ചതിനായി ನೀ ನನ್ನನ್ನು സ്തോത്രം. ಮಗನಾಗಿ മകളായി ಅಂಗೀಕರಿಸಿದಕ್ಕಾಗಿ ಸ್ತೋತ್ರ. യേശുവിന്റെ ಯೇಸು ನಾಮದಲ್ಲಿ നിങ്ങൾ പ്രാർത്ഥിക്കുമെങ്കിൽ, ನೀವು ಪ್ರಾರ್ಥಿಸುವುದಾದರೆ യേശുവുമായി നിങ്ങൾ ഒരു പുതിയ ബന്ധത്തിലേക്ക് വരികയാണ്. ಯೇಸುವಿನ ಜೊತೆಯಲ್ಲಿ ನೀವು ಹೊಸ ಸಂಬಂಧವನ್ನು ಬೆಳೆಸಲು ಹೋಗುತ್ತೀರಿ. സഹോദര, നീ ദൈവത്തെ ഭയപ്പെടണം. ಸಹೋದರನೇ, ನೀ ದೇವರಿಗೆ ಭಯಪಡು. ഞാൻ പ്രാർത്ഥിക്കാൻ പോകുകയാണ്. ಪ್ರಾರ್ಥಿಸಲು എല്ലാ കണ്ണുകളും അടച്ചു. ಎಲ್ಲರೂ ಕಣ್ಣುಗಳನ್ನು ಮುಚ್ಚೋಣ. ഈ വചനം ಈ ವಾಕ್ಯ സത്യവചനമായതുകൊണ്ട് ಸತ್ಯವಾಕ್ಯವಾಗಿರುವುದರಿಂದ വചനത്തിനൊരിക്കലും മാറ്റമില്ല. ವಾಕ್ಯದಲ್ಲಿ ಯಾವುದೇ ರೀತಿಯ ಬದಲಾವಣೆ ಇಲ್ಲ. പ്രസംഗിക്കുന്ന വ്യക്തികൾ മാറും, ಪ್ರಸಂಗಿಸುವಂತ ವ್ಯಕ್ತಿಗಳು ಬದಲಾಗುತ್ತಾರೆ, ആകാശം മാറും, ಆಕಾಶ ಬದಲಾಗುತ್ತದೆ, ഭൂമി മാറും, ಭೂಮಿಯು ಬದಲಾಗುತ್ತದೆ. ദൈവത്തിന്റെ വചനങ്ങൾക്കോ ಆದರೆ ದೇವರ ವಾಕ್ಯಕ್ಕೂ മാറ്റമില്ല. ಯಾವುದೇ ರೀತಿಯ ಬದಲಾವಣೆ ಇಲ್ಲ. അങ്ങനെയാണെങ്കിൽ ಹಾಗಿರುವುದಾದರೆ പകൽ ಈ വിശ്വസിച്ചുകൊണ്ട് ಸಂಜೆ ವೇಳೆಯಲ್ಲಿ ನಂಬಿ കർത്താവിനോട് പ്രാർത്ഥിക്കാം. ಕರ್ತನಲ್ಲಿ ಹೇಳಿರಿ, അങ്ങേ എനിക്ക് ഭയപ്പെടാനുള്ള ഒരു ಕರ್ತನೆ, ഹൃദയം, ನಿಮಗೆ ಭಯಪಡುವಂತ ಒಂದು ಹೃದಯ ನನಗೆ ದಯಪಾಲಿಸು. അങ്ങേ അറിയുവാനുള്ള ഒരു ഹൃദയം എനിക്ക് നൽകണം. ನಿಮ್ಮನ್ನು ಅರಿತುಕೊಳ್ಳುವಂತ ಹೃದಯ ನನಗೆ വചനം അനുസരിക്കാനുള്ള ഒരു ഹൃദയം എനിക്ക് നൽകണം. ವಾಕ್ಯವನ್ನು ಅನುಸರಿಸುವಂತ ಒಂದು ಹೃದಯ ನನಗೆ സകല രഹസ്യങ്ങളെ വെളിപ്പെടുത്തുന്ന ഒരു ദിവസമുണ്ടല്ലോ, ಸಕಲ ರಹಸ್ಯಗಳನ್ನು ಪ್ರಕಟಪಡಿಸುವಂತ ಒಂದು നീ അത് ഓർമ്മപ്പെടുത്തിയതിനായി സ്തോത്രം. ಅದನ್ನು ನನಗೆ ನೆನಪು ಮಾಡದಕ್ಕಾಗಿ ಸ್ತೋತ್ರ. എന്നെ തന്നെ ഞാൻ സമർപ്പിക്കുന്നു. ನನ್ನನ್ನೇ ನಾನು ಒಪ್ಪಿಸಿಕೊಡುತ್ತೇನೆ. ഞാൻ സമർപ്പിക്കുകയാണ്. ನಾನು ഈ ಸಮರ್ಪಿಸಿಕೊಡುತ್ತೇನೆ. വചനത്തിന് മുന്നിൽ എന്നെ ಈ സമർപ്പിക്കുന്നു. ವಾಕ್ಯದ ಮುಂದೆ ನನ್ನನ್ನು നമുക്ക് ಒಪ್ಪಿಸಿಕೊಡುತ್ತೇನೆ. ഒരുമിച്ച് പ്രാർത്ഥിക്കാം. ನಾವೆಲ್ಲರೂ ಸೇರಿ സ്വർഗ്ഗസ്ഥനായ ಪ್ರಾರ್ಥಿಸೋಣ. ഞങ്ങളുടെ നല്ല പിതാവേ, ಸ್ವರ್ಗಸ್ಥನಾದಂತ ಒಳ್ಳೆಯ ತಂದೆಯೇ, ഈ വചനത്തിനായി ಈ സ്തോത്രം. ವಾಕ್ಯಕ್ಕಾಗಿ ಸ್ತೋತ್ರ. ഈ വചനത്തിന്റെ മുന്നിൽ ഞങ്ങളെ ಈ ഏൽപ്പിക്കുകയാണ്. ವಾಕ್ಯದ ಮುಂದೆ ನಮ್ಮನ್ನು ಒಪ್ಪಿಸಿಕೊಡುತ್ತೇವೆ. അനുസരിപ്പാനായി ഞാൻ ഏൽപ്പിക്കുകയാണ്. ಅಪ್ಪ, ಇದಕ್ಕೆ ವಿಧೇಯರಾಗುವುದಕ್ಕಾಗಿ ನಾವು ಒಪ್ಪಿಸಿಕೊಡುತ್ತೇವೆ. ഭയപ്പെടുവാനായി ഞാൻ ഏൽപ്പിക്കുകയാണ്. ಭಯಪಡುವುದಕ್ಕಾಗಿ ന്യായാസനത്തിന്റെ മുമ്പാകെ ഞാൻ നിൽക്കുമ്പോൾ കർത്താവേ, ನ್ಯಾಯ ವಿಚಾರಣೆಯಲ್ಲಿ ನಾನು ನಿಲ್ಲುವಾಗ ഒരിക്കലും എന്നെ വിധിക്കാതെ വേണം. ಕರ್ತನೇ, ಒಂದು ದಿನವೂ ನನ್ನನ್ನು ದಂಡಿಸದೆ സ്വർഗീയമായ അനുഗ്രഹങ്ങൾ പ്രാപിച്ച് ಸ್ವರ್ಗೀಯವಾದಂತ ಎಲ್ಲ ಆಶೀರ್ವಾದಗಳನ್ನು നിത്യതയിൽ വാഴുവാനായി ನಿತ್ಯತ್ವದಲ್ಲಿ ನಾ ಬಾಳುವ ಹಾಗೆ എന്നെ സമർപ്പിക്കുന്നു. ನನಗೆ ನನ್ನನ್ನು കർത്താവേ, ജനത്തിനായി ಈ പ്രാർത്ഥിക്കുന്നു. ಜನರಿಗಾಗಿ അടിയന്റെ
ഇങ്ങനെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ഈ മീഡിയയിൽ കൂടി എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ടവർക്കായി സ്തോത്രം. ഞാൻ അവരെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. അവരുടെ ജീവിതത്തിൽ ഇപ്പോൾ യേശു വന്നതിനായി സ്തോത്രം. ഒരു പുതിയ ബന്ധം തുടങ്ങിയിരിക്കുന്നതിനായി സ്തോത്രം. ഒരു മഹത്വം ഞങ്ങൾ അങ്ങേക്ക്. സ്വർഗീയ സന്തോഷം കൊണ്ട് എല്ലാവരെയും നിറയ്ക്കണം. സന്തോഷമില്ലാത്തവരുടെ മേലെ സന്തോഷം പകരണമേ. രക്ഷയുടെ സന്തോഷം ഇപ്പോൾ തന്നെ പകരണമേ. ಸಂತೋಷ ಎಲ್ಲರ ಮೇಲೆ ನಿಕ್ಕಡು. സ്വർഗ്ഗം പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. ಪ್ರಾರ್ಥನೆ ಕೇಳಿದಕ್ಕಾಗಿ ಸ್ತೋತ್ರ ಯೇಸುವಿನ ನಾಮದಲ್ಲಿ ತಂದೆಯೇ. ಆಮೆನ್. ಆಮೆನ್. God bless you all. ಕರ್ತನೇ ನಿಮ್ಮೆಲ್ಲರನ್ನು ಏರಳವಾಗಿ ಆಶೀರ್ವದಿಸಲಿ. ಆಮೆನ್. ಆಮೆನ್.